പശ്ചിമേഷ്യയിലെ യുദ്ധം ഗൾഫ് രാജ്യങ്ങളുടെ സമാധാനം കെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണങ്ങളിൽ ഇറാൻ പ്രസിഡന്റ് മാപ്പ് പറഞ്ഞുവെങ്കിലും വീണ്ടും കുവൈറ്റും ദുബായും ഒക്കെ ലക്ഷ്യമായി ഇറാന്റെ മിസൈലുകൾ ചീറിപ്പായുകയാണ്. ഒരു ഏഷ്യൻ വംശജൻ ദുബായിൽ മരിച്ചു എന്ന ദുഃഖകരമായ വാർത്ത കൂടി പുറത്തുവരുന്നുണ്ട്. ഇതിനടക്കം നിരവധി വാർത്തകളുണ്ട്, അതിൻ്റെ വിശദാംശങ്ങളുണ്ട്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ നടത്തിയ വലിയ ആക്രമണത്തിൻ്റെ വാർത്തകളുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തലക്കെട്ടുകൾ കാണാം. ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമാക്കി US ഇസ്രായേൽ ആക്രമണം. ടെഹ്റാനിൽ വൻ തീപിടുത്തം. കുവൈറ്റിലും ദുബായിലും ആക്രമണം നടത്തി ഇറാൻ. അറബ് ലീഗ് വിദേശകാര്യമന്ത്രിമാരുടെ അടിയന്തര യോഗം ഇന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള CPI സ്ഥാനാർത്ഥികളെ ഇന്ന് തീരുമാനിക്കും. അടൂരിലും തൃശൂരിലും തർക്കം. പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹ്സിൻ മതിയെന്ന് പാലക്കാട് ജില്ലാ നേതൃത്വം. T20 ലോകകപ്പിൽ മുത്തമിടാനൊരുങ്ങി ഇന്ത്യ. ഫൈനലിൽ വൈകിട്ട് ന്യൂസിലൻഡിനെ നേരിടും. ആശംസകൾ നേർന്ന ആരാധകർ. കൊല്ലം ശക്തികുളങ്ങരയിൽ മത്സ്യബന്ധന ബോട്ട് വിയറ്റ്നാം കപ്പലുമായി കൂട്ടിയിടിച്ചു. 9 പേരെ രക്ഷപ്പെടുത്തി, 2 പേരെ കാണാതായി. അപകടം കന്യാകുമാരി തീരത്തിന് സമീപം. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാറിന്റെ JDU പ്രവേശനം ഇന്ന്. ഉപമുഖ്യമന്ത്രി പദത്തിനൊപ്പം നിയമസഭാ കക്ഷി നേതാവുമാകും. സംസ്ഥാന പര്യടനത്തിന് ഒരുങ്ങി നിഷാന്ത്. പശ്ചിമേഷ്യൻ വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം. അശാന്തം പശ്ചിമേഷ്യ. ഇറാനിലെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചാണ്. ഇതിൽ നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്നലെ രാത്രി കനത്ത ആക്രമണം ഉണ്ടാകും ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ എന്നുള്ളത്. ഏതാണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ നടന്നിരിക്കുന്നു. ഇറാനിലെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ ആക്രമണം US ഇസ്രായേലും നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. തലസ്ഥാനമായ ടെഹ്റാനിൽ പലയിടത്തും വൻ തീപിടുത്തമുണ്ടായി. പകരം ഇന്നലെ നടത്തിയ പ്രസ്താവനയ്ക്ക് വിരുദ്ധമായി ഇറാൻ പശ്ചിമേഷ്യയിൽ വീണ്ടും ആക്രമണം ശക്തമാക്കി. കുവൈറ്റ് വിമാനത്താവളത്തിന് സമീപത്തെ എണ്ണ ടാങ്ക് ഡ്രോൺ ഉപയോഗിച്ച് തകർത്തു. ദുബായിൽ ഒരു പാകിസ്ഥാൻ സ്വദേശി കൊല്ലപ്പെട്ടു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യുകയും തകർക്കുകയും ഒക്കെ ചെയ്യുന്നതിനിടയിൽ ഈ ചീളുകൾ താഴേക്ക് പതിക്കാറുണ്ട് പലപ്പോഴും. അങ്ങനെയാണ് പലരും കൊല്ലപ്പെടുന്നത്. ഈ പാകിസ്ഥാനി സ്വദേശി, അദ്ദേഹം ഒരു ഡ്രൈവറായിരുന്നു. അദ്ദേഹവും കൊല്ലപ്പെട്ടത് അങ്ങനെയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇറാൻ നടത്തിയ സമീപനത്തെ അമേരിക്ക നശിപ്പിച്ചുവെന്നാണ് വിദേശകാര്യമന്ത്രി. ഇറാന്റെ ഏതാണ്ട് ഒരു സമാധാന ശ്രമത്തിലുള്ള സമീപനത്തെ നശിപ്പിച്ചുവെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രിച്ചി പറഞ്ഞ പശ്ചാത്തലം കൂടിയുണ്ട്. അമേരിക്ക യാതൊരു ചർച്ചകൾക്കും തയ്യാറല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി. Negotiating leverage, maybe maximum, but we're not looking to settle. They'd like to settle. We're not looking to settle. Iran accused the Israel. ഇറാനെ നശിപ്പിക്കും വരെയുള്ള ആക്രമണം അതിശക്തമായി തുടരുമെന്ന് തന്നെയാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. അതനുസരിച്ചുള്ള ആക്രമണം ഇന്നലെ രാത്രി നടന്നു. ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട്. പക്ഷേ തിരിച്ചടിയൊക്കെ സംഭവിക്കുന്നത് നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലാണ്. കുവൈറ്റും ദുബായും പോലെയുള്ള രാജ്യങ്ങളാണ്. ഇതിനിടയിൽ അടിയന്തരമായി GCC രാജ്യങ്ങളുടെ യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഇന്നലെ UAE വിദേശകാര്യമന്ത്രിയുടെയൊക്കെ പ്രതികരണം വന്നിരുന്നു. ഞങ്ങളുടെ ഭംഗി മാത്രം കണ്ട് നിങ്ങൾ ആസ്വദിക്കരുത്, ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ അറിയാം എന്നുള്ളത്. അതേ നിമിഷം സംഭവിക്കും എന്നുള്ളത് കൂടി ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. ഇത്രയും നാൾ പ്രതിരോധമായിരുന്നു. ഒരു തിരിച്ചടിക്ക്, ആക്രമണത്തിന് രാജ്യങ്ങൾ മുതിരുമോ എന്നുള്ളത് കൂടി കാത്തിരുന്ന് കാണേണ്ടി വരും. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇപ്പോൾ ഇന്നലെയാണ് ട്രംപ് പറഞ്ഞത് രാത്രി മുഴുവൻ വലിയ കനത്ത ആക്രമണം ഉണ്ടാകും ഇറാനിലെന്ന്. ഏതാണ്ട് അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. വലിയ സ്ഫോടനങ്ങളാണ് ടെഹ്റാനിൽ. വലിയ തോതിൽ എണ്ണ സംഭരണശാലകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. എന്താണ് അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യം വെക്കുന്നത്? ഈ ആക്രമണങ്ങൾ തുടരുക എന്നുള്ളത് തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ടെഹ്റാൻ നഗരത്തിന് ഇന്നലെ വിശ്രമമില്ലാത്ത, അവർക്ക് വളരെ ഒരു ഭീതി ഉണ്ടാക്കുന്ന രാത്രി തന്നെയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അവിടെയുള്ള നിരവധി എണ്ണപ്പാടങ്ങളാണ് അമേരിക്കയും ഇസ്രായേലും ബോംബിട്ട് നശിപ്പിച്ചത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു ഭീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിരവധി സ്ഥലങ്ങളിൽ ഈ സ്ഫോടനമുണ്ടായി, വലിയ തോതിൽ തീ ഉയർന്നു പൊങ്ങുന്ന അവസ്ഥയുണ്ടായി. പലയിടത്തും വലിയ തീപിടുത്തം തന്നെ ഉണ്ടായ ഒരു സാഹചര്യം ഇന്നലെ ടെഹ്റാനിലും അതുപോലെ തന്നെ സമീപ പ്രദേശം
പ്രദേശങ്ങളിലും എല്ലാം നടന്നു. ഇതൊരു സൈക്കോളജിക്കൽ വാറാണ് എന്നാണ് പല വിദഗ്ധരും അവകാശപ്പെടുന്നത്. അതായത് ഇതിനു മുൻപേ ഗാസയിലടക്കം ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ പ്രധാനമായിട്ടും എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താൻ അവർ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഇതിലൂടെ രാജ്യത്തിൻ്റെ സ്ഥിതി അത് വളരെ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് അവിടെയുള്ള ജനങ്ങളെയും അതുപോലെ തന്നെ ഭരണാധികാരികളെയും ബോധ്യപ്പെടുത്താൻ ഇതിന് ശത്രുപക്ഷത്തിന് സാധിക്കും. അപ്പോൾ ഇതിലൂടെ സൈക്കോളജിക്കലായി അവരെ എത്രയും വേഗം തളർത്തി കീഴടക്കുക, ഇത് തന്നെയാണ് ഈ ഒരു നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് പല വിദഗ്ധരും അവകാശപ്പെടുന്നത്. എന്തായാലും ട്രംപ് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ സർവനാശം വരുത്താൻ ഒരുങ്ങി തന്നെയാണ് ഇറാന്റെയും അമേരിക്കയുടെയും ഒരു പോക്കെന്ന് പറയുന്നത്. ടെഹ്റാനിൽ പലയിടത്തും കനത്ത രീതിയിൽ തന്നെ ഈ തീ ആളിപ്പടർന്നു, പലയിടത്തും പുക ഉയർന്നു പൊങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇത്തരത്തിൽ കനത്ത രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഈ മേഖലയിൽ എപ്പാടെയും ഉണ്ടായത്. ഇന്നലെ മരണസംഖ്യ നമുക്ക് ഇന്നലെ വരെയുള്ള കണക്കുകളാണ് ഇറാനിലെ മരണസംഖ്യ നമുക്ക് വന്നത്. 1332 പേർ മരിച്ചു എന്നാണ് ഇതുവരെയുള്ള ഔദ്യോഗിക കണക്ക്. എന്നാൽ ഇപ്പോൾ ഈ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചും ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ മരണസംഖ്യ ഇനിയും വളരെയധികം ഉയരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഇറാന്റെ ഭാഗത്ത് നിന്ന് വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. ഇറാനിലെ സെക്യൂരിറ്റി കൗൺസിൽ അധ്യക്ഷനായിട്ടുള്ള അലി ലാരിജാനി വ്യക്തമാക്കുന്നത് ഇറാന്റെ ഒരു സൗഹൃദ സമീപനം അത് അമേരിക്ക നശിപ്പിച്ചു. ഇറാൻ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇറാൻ ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു നീക്കം നടത്താൻ വേണ്ടി നോക്കിയപ്പോൾ അത് അമേരിക്ക ആ ഒരു നീക്കത്തെ കൊന്നു എന്നാണ് വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്സിയും വ്യക്തമാക്കിയത്. അതായത് ഇന്നലെ ഈ ഇറാനിയൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വരുന്നു. അതായത് ഇറാൻ ഇനി പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെ ആക്രമിക്കില്ല, മറ്റ് അയൽ രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം ഇറാൻ നിർത്തി, ഇനി ഒരു തുടർ പ്രകോപനമില്ലാതെ ഇറാൻ ഇനി ആക്രമിക്കില്ല എന്ന് ഇറാനിയൻ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിനുശേഷവും തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇറാന് നേരെ ഉണ്ടായത്. അത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി, US-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിനെ തുടർന്നാണ് ഇറാൻ ശക്തമായിട്ടുള്ള ഒരു പ്രകോപനം, ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടിക്ക് തന്നെ ഇപ്പോൾ ഒരുങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. അതിനെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് നിലവിൽ കുവൈറ്റിൽ. അവിടെ ഒരു പ്രശ്നം അജയ്, ഇപ്പോൾ നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇറാന്റെ ആക്രമണം. അതുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ എതിർപ്പ് ഉയർന്ന പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം GCC രാജ്യങ്ങളുടെ യോഗമൊക്കെ ചേരുന്നുണ്ട്. അതിനിടയിലാണ് മസൂദ് പെസഷ്കിയാൻ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇന്നലെ മാപ്പുമായി എത്തിയത്. തങ്ങളെ ആക്രമിക്കുന്നതുകൊണ്ടുള്ള പ്രതികാരമായി ഇത്തരം രാജ്യങ്ങളെ, അമേരിക്കൻ ബേസൊക്കെ ഉള്ള രാജ്യങ്ങളെ ആക്രമിക്കുന്നു എന്നുള്ളതായിരുന്നു. ഇനി സംഭവിക്കില്ല എന്ന് പറയുന്നതിന് തൊട്ടുപുറകെയാണ് അവിടെ വീണ്ടും മിസൈലുകളും ഡ്രോണുകളും പറന്നെത്തുന്നത്. അത് ഒരു ആൾ മരിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു, കുവൈറ്റിൽ ആക്രമണം ഉണ്ടാകുന്നു. അത് ആ രാജ്യങ്ങളെ ചില്ലറയൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. അതിനോടുള്ള പ്രതികരണം ഈ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം അതിന് തീർച്ചയായും പ്രത്യാഘാതങ്ങൾ ഇറാൻ അനുഭവിക്കേണ്ടി വരും. സംയുക്ത ആക്രമണത്തിനൊക്കെ UAE രാജ്യങ്ങൾ തയ്യാറെടുത്താൽ അത് മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങളെ മാറ്റുകയും ചെയ്യും. അതാണ് അതിനുള്ള ഒരു പശ്ചിമേഷ്യ മുഴുവൻ ഈ സംഘർഷം വ്യാപിക്കുന്നതിനുള്ള സാധ്യതകളാണ് നിലവിൽ നമുക്ക് കാണാനാകുന്നത്. ഇന്ന് നടക്കാൻ പോകുന്ന ഈ അറബ് ലീഗിൻ്റെ യോഗം അത് തീർച്ചയായിട്ടും നിർണായകം തന്നെയാണ്. ഈ ഒരു യോഗത്തിലൂടെ മാത്രമേ ഇനി മുന്നോട്ടുള്ള അറബ് രാജ്യങ്ങളുടെ നീക്കം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നലെ പ്രസിഡന്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ സന്ദേശം വന്നതിന് ശേഷം ഇന്നലെ ഖത്തർ അവർ വളരെ എലിവേറ്റഡ് എമർജൻസി അലേർട്ട് ഇന്നലെ പുറപ്പെടുവിച്ചിരുന്നു. അങ്ങനെ അസാധാരണ പുറപ്പെടുവിച്ച ഈ എലിവേറ്റഡ് എമർജൻസി അലേർട്ടൊക്കെ ഖത്തർ പിൻവലിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം താൽക്കാലികമായി അടയ്ക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. എമിറേറ്റ്സ് ഫ്ലൈറ്റ് സർവീസ് പശ്ചിമേഷ്യയിലേക്കും ദുബായിലേക്കുമുള്ള മുഴുവൻ ഫ്ലൈറ്റ് സർവീസുകളും ക്യാൻസലാക്കുന്നതായി അറിയിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം പിന്നീട് റീ ഓപ്പൺ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിച്ചു. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ലൈറ്റ് സർവീസുകൾ ഭാഗികമായി തുറന്നു. അതുപോലെ തന്നെ എമിറേറ്റ്സ് ഫ്ലൈറ്റ് സർവീസുകൾ വീണ്ടും പുനരാരംഭിച്ചു. ഇതെല്ലാം പ്രസിഡന്റ് ആ വാക്ക് കേട്ടുകൊണ്ടായിരുന്നു. എന്നാൽ US വീണ്ടും ഇറാനിൽ ആക്രമണം ആരംഭിച്ചതോടെ അവർ തങ്ങളുടെ ആ പഴയ വാക്ക് തെറ്റിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിലേക്ക് ആഞ്ഞടിക്കുകയായിരുന്നു. പശ്ചിമേഷ്യയിൽ ഉണ്ടായ ഒരു ചെറിയ സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് കുവൈറ്റ് എയർപോർട്ടിന് സമീപത്തുള്ള ഒരു ഓയിൽ ടാങ്കിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. ഈ ഓയിൽ ടാങ്ക് പൊട്ടിത്തെറിച്ച് മേഖലയിൽ വലിയ തീപിടുത്തം തന്നെ ഉണ്ടായി. ഈ എയർപോർട്ടിലേക്ക് തീ വ്യാപിച്ചിട്ടില്ല എന്നാണ് നമുക്ക്
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും അധികൃതർ തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് അവരുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതുമാത്രമല്ല, ദുബായിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ദുബായിലൊരു ഡ്രോൺ അവശിഷ്ടം വീണ് ഒരു പാകിസ്ഥാൻ സ്വദേശി മരിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഡ്രോൺ നേരിട്ട് ഹിറ്റ് ചെയ്യുകയായിരുന്നില്ല. ഡ്രോൺ അത് UAE ഭരണകൂടം ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചു. അതിനെ തുടർന്ന് ഈ ഒരു ഡ്രോണിന്റെ ചീള് വീണാണ് ഈ പാകിസ്ഥാൻ സ്വദേശി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെ കുവൈറ്റിലുള്ള ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് ആസ്ഥാനത്തിന് നേരെയും നിലവിൽ ആക്രമണമുണ്ടായി സ്ഥിരീകരിക്കുന്നു. അതിൽ മറ്റ് കാഷ്വാലിറ്റീസ് ഒന്നും നിലവിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ പശ്ചിമേഷ്യയിലേക്കും ഇറാൻ ആക്രമണം, ഇന്നലെ പറഞ്ഞ വാക്കിന് വിരുദ്ധമായി ആക്രമണം ശക്തമാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. UAEയും നിരവധി ഡ്രോണുകളെ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചു. സൗദി അറേബ്യയിലേക്കും നിരവധി ഡ്രോണുകൾ വന്നതായിട്ടാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇതെല്ലാം ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഈ അറബ് ലീഗിന്റെ യോഗം ചേരുന്നതോടെ ഇറാനെതിരെ എന്ത് നീക്കം നടത്തണമെന്ന് അവർ തീരുമാനിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ ഇത് അമേരിക്കയും ചെറിയ തോതിലെങ്കിലും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. കാര്യം ഇത്തരത്തിൽ ഈ അമേരിക്ക ഈ ആക്രമണം ഇറാനിൽ വ്യാപകമാക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെ ഇറാന് ആക്രമിക്കേണ്ടി വരുന്നത് എന്നൊരു വാദം ഉയർന്നാൽ ഈ അറബ് ലീഗ് രാജ്യങ്ങൾ എല്ലാവരും US-നോട് സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവരുടെ വ്യാപാരം ഉൾപ്പെടെ തടസ്സപ്പെട്ട ഒരു അതിരൂക്ഷമായ സാഹചര്യമുണ്ട്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം ഒന്നും തന്നെ നടക്കുന്നില്ല. ഇന്നലെ മേഖലയിലൂടെ കടന്നുപോയ ഒരു കപ്പലിന് നേരെയും ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. അപ്പോൾ ഈ ചരക്ക് നീക്കം മൊത്തത്തിൽ നിലച്ച അത്യന്തം അപകടകരമായിട്ടുള്ള സാഹചര്യത്തിൽ US സഹകരിക്കണമെന്ന് അറബ് ലീഗ് രാജ്യങ്ങൾ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും US-ന്റെ സൈനിക കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന US വളരെ നല്ല രീതിയിൽ കച്ചവടം നടത്തുന്ന ഈ അറബ് രാജ്യങ്ങൾ എല്ലാവരും കൂടി ഇത്തരം ഒരു സമ്മർദ്ദം ഉയർത്തുകയാണെങ്കിൽ US-ന് ചിലപ്പോൾ അതിൽ വഴങ്ങേണ്ടി വരും എന്നൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ട്രംപിന് നേരെ US-ൽ നിന്ന് തന്നെ ഉയർന്ന ഏറ്റവും വലിയ വിമർശനമാണ് അവിടെയുള്ള ഈ മിനാബിലുള്ള ഒരു എലിമെന്ററി സ്കൂളിന് നേരെ നടന്നിട്ടുള്ള ആക്രമണം. ഈ ആക്രമണത്തിന് പിന്നിൽ US ആണ് എന്നുള്ള തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ US ആർമിയുടെ ഭാഗത്ത് നിന്ന് തന്നെ വന്നിരുന്നു. ആദ്യം ഇസ്രായേലി ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ അല്ല എന്ന് പറഞ്ഞ് അവർ ആദ്യമേ കൈകഴുകി. തുടർന്ന് US-ന്റെ ആർമി വിങ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഈ ആക്രമണം അത് US-ന്റെ ഭാഗത്തു നിന്നുണ്ടായതാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടത്. ഇതിനെ സംബന്ധിച്ച് ട്രംപിനോട് മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ ട്രംപ് ഈ കാര്യത്തിൽ ഇറാനെ പഴിക്കുകയാണ് ചെയ്തത്. അതായത് ഈ സ്കൂളിലേക്ക് ആക്രമണം നടത്തിയത് ഇറാനാണ് ഇതിന് പിന്നിൽ. ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും ഒന്നും കൃത്യമായല്ല പ്രവർത്തിക്കുന്നത്. അവരുടെ ടാർഗറ്റ് ഫോക്കസിംഗ് സിസ്റ്റം അത് തകരാറിലാണ്. അങ്ങനെ അത് കാരണമാണ് ഈ സ്കൂളിലേക്ക് അവരുടെ തന്നെ ഡ്രോൺ പതിച്ചാണ് ഈ സ്കൂൾ തകർന്നതും ഈ സ്കൂളിലെ കുട്ടികൾ മരിച്ചതും എന്നാണ് ട്രംപിന്റെ ഒരു വാദം. മാത്രമല്ല, UK പശ്ചിമേഷ്യയിലേക്ക് തങ്ങളുടെ യുദ്ധവിമാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം അയച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ ട്രംപ് പറഞ്ഞത് UK അവർ നീണ്ട ആലോചനകൾക്ക് ശേഷം ഇത്തരം വിമാനങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് അയച്ചിട്ടുണ്ട്. അത് നല്ല കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് UK-യുടെ സഹായമൊന്നും ആവശ്യമില്ല. ഞങ്ങൾ നിലവിൽ യുദ്ധം ജയിച്ച ഒരു ഘട്ടത്തിലാണ്. ഞങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിൽ എന്തെങ്കിലും തരത്തിൽ മറ്റ് രാജ്യങ്ങൾ ഇടപെടേണ്ട സാഹചര്യമില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ള സാഹചര്യം. മാത്രമല്ല, US സൈനികരും 6 US സൈനികരാണ് കൊല്ലപ്പെട്ടതെന്നുള്ള വാർത്തകൾ അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നലെ ആ കൊല്ലപ്പെട്ട 6 സൈനികരുടെ വിശദാംശങ്ങളും US പുറത്തുവിട്ടിട്ടുണ്ട്. ആദ്യം മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി ആളുകൾ മരിക്കുന്ന പശ്ചാത്തലമുണ്ട്. 1500-ന് മുകളിൽ മരണം ഇറാനിൽ ഉണ്ടായിരിക്കുന്നു. അമേരിക്കയിലും 6ഓളം ആളുകൾ മരിച്ച, സൈനികരടക്കം മരിച്ച പശ്ചാത്തലമുണ്ട്. കുവൈറ്റിൽ ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇറാഖിൽ 2 പേർ മരിച്ചു എന്ന് വിവരമുണ്ട്. ഇതിനിടയിൽ ഇസ്രായേലിന് ഏതാണ്ട് $15-16 കോടി ആയുധങ്ങൾ വിൽക്കാനുള്ള തീരുമാനം അമേരിക്ക എടുത്തു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട്. അതും വളരെ പ്രധാനമാണ്. കൂടുതൽ ആയുധങ്ങൾ ഇസ്രായേലിന് അമേരിക്ക കൈമാറുകയാണ്. ഏതായാലും ഈ മേഖലയിൽ ഉടനെങ്ങും യുദ്ധം അവസാനിക്കുന്ന മട്ടില്ല, പശ്ചിമേഷ്യയിൽ ഉടനെങ്ങും യുദ്ധം അവസാനിക്കുന്ന മട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട, നേരത്തെ അജയ് പറഞ്ഞതുപോലെ, എന്താണ് അറബ് രാജ്യങ്ങൾ എടുക്കാൻ പോകുന്ന സമീപനം എന്നുള്ളതാണ്. കാരണം തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇതിൻ്റെ ഇരകൾ യഥാർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങളായി മാറുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അമേരിക്കയെ നേരിട്ട് ആക്രമിക്കാൻ സാധിക്കാത്ത ഇറാൻ ഇപ്പോൾ അവരുടെ ബേസുകൾ പല അറബ് രാജ്യങ്ങളിലുമുണ്ട്. അവിടെ അത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് ചില്ലറയൊന്നുമല്ല അവരെ ചൊടിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നീക്കം ഉണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. അപ്പം അജയ്, ഈ ടെഹ്റാനിൽ വലിയ തോതിലുള്ള സ്ഫോടനങ്ങൾ ഇന്നലെ രാത്രി മുഴുവൻ
രേഖപ്പെടുത്തുന്ന വിഷയമുണ്ട്. ടെഹ്റാൻ അല്ലാതെ ഇറാന്റെ മറ്റ് മേഖലകളിലേക്ക് കൂടി ആക്രമണങ്ങൾ വ്യാപിച്ചിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഇറാന്റെ മധ്യമേഖലയിലും പിന്നെ പടിഞ്ഞാറൻ മേഖലകളിലും പിന്നെ തെക്കൻ മേഖലകളിലും ആക്രമണം നിലവിലുണ്ട്. ഇന്നലെ മധ്യമേഖലയിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ 6-ലധികം പേർ കൊല്ലപ്പെട്ടതായിട്ട് നമുക്ക് വിവരം ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ പടിഞ്ഞാറൻ മേഖലകളിലും ആക്രമണം ശക്തമാണ്. ഈ പടിഞ്ഞാറൻ മേഖല കേന്ദ്രീകരിച്ച് ഇസ്രയേൽ ആക്രമണം അത് ഇപ്പോൾ ശക്തമാക്കിയിരുന്നു. പ്രധാനമായിട്ടും ഇന്നലെയാണ് ഈ മേഖലകളിൽ ആക്രമണം നടത്തിയിരുന്നത്. പടിഞ്ഞാറൻ മേഖലകളിൽ നടത്തിയിട്ടുള്ള ആക്രമണം അത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് കുർദിഷ് സേനയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. കുർദിഷ് അതൊരു ഇറാഖും അതുപോലെ തന്നെ ഇറാന്റെ വടക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിമത സേനയാണ്. ഇറാഖിന്റെ പല മേഖലകളും അവർ ഒരു ഓട്ടോണോമി ഭരണത്തിലൂടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സേനയാണ്. ഇവിടെ അവർക്കൊരു സ്വതന്ത്ര രാജ്യം വേണം എന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കവും അത് നടക്കുന്നുണ്ട്. ഈ ഇറാനിലേക്ക് ഇവരെ ഉപയോഗിച്ച് കുർദിഷ് സേനയെ ഉപയോഗിച്ച് ഗ്രൗണ്ട് ലെവൽ അറ്റാക്ക് നടത്തി ഇറാനിയൻ സേനയെ ഒന്ന് പ്രതിരോധിക്കാനും അവരെ ഒന്ന് ദുർബലരാക്കാനും US-ഉം ഇസ്രായേലും ശ്രമിക്കുന്നുണ്ട്. US സൈനികർ ഈ കുർദിഷ് സേനയോട് സംസാരിച്ചതായിട്ടുള്ള വിവരങ്ങൾ അത് ഇറാൻ പുറത്തുവിട്ടിരുന്നു. ഇസ്രായേലും ഇവരോട് ഏതാണ്ട് 1 മാസമായി സമ്പർക്കത്തിലാണ് എന്നുള്ള കാര്യങ്ങളും ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ കുർദിഷ് സേനയുടെ നീക്കത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പടിഞ്ഞാറൻ മേഖലയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് എന്നുള്ള ചില റൂമറുകളുണ്ട്. അതുപോലെ തന്നെ ഈ കുർദിഷ് സേനയെ പ്രതിരോധിക്കാൻ വേണ്ടി മേഖലയിലേക്ക് ഇറാൻ പ്രത്യാക്രമണവും നടത്തിയിട്ടുണ്ട്. ഇവരുടെ ഒരു സൈനിക ബേസിന് നേരെയും കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ട്രംപ് സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇറാന് ഇനി അവരുടെ ഇപ്പോൾ നിലവിലുള്ള ഭരണകൂടത്തിലെ ഒരു നേതാവും ജീവനോടെ ഇരിക്കാൻ പാടില്ല. അവരുടെ സൈന്യം അത് പൂർണ്ണമായി നശിക്കണം. അങ്ങനെ എങ്കിൽ മാത്രമേ ഈ യുദ്ധത്തിൻ്റെ മുഴുവൻ ഗോളും അച്ചീവ് ചെയ്തതായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് ട്രംപ് പറയുകയുണ്ടായി. അതായത് ട്രംപ് ഉദ്ദേശിക്കുന്നത് ഒരു സേനയുമില്ലാത്ത ഒരു ഇറാനിൽ ട്രംപ് ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടം. ഇത് തന്നെയാണ് ട്രംപ് ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ആഗ്രഹവും വളരെ നാളുകളായുള്ള പ്രഖ്യാപനവും മറ്റും അതിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇറാന്റെ പ്രത്യാക്രമണമുണ്ട്. പല അപ്രതീക്ഷിത മേഖലകളിലും അത്തരത്തിലുള്ള ആക്രമണം നടക്കുന്നുമുണ്ട്. താരം UAE-യിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ലുലു സ്റ്റോറുകളിലേക്ക് 80 ടൺ പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളുമായി ഇത്തിഹാദ് വിമാനം അബുദാബിയിലെത്തി. വരും ദിവസങ്ങളിലും ചരക്ക് വിമാനങ്ങളിൽ അവശ്യ വസ്തുക്കൾ എത്തിക്കുമെന്ന് ലുലു ഗ്രൂപ്പ് വ്യക്തമാക്കി. ഇന്ത്യക്ക് പുറമെ മെൽബൺ അടക്കം ലോകത്തെ പ്രധാന സ്ഥലങ്ങളിലെ സംഭരണ കേന്ദ്രങ്ങൾ വഴി മികച്ച ഉൽപ്പന്നങ്ങൾ UAE-യിൽ എത്തിക്കുന്നുണ്ട്. UAE-യിലെ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് യാതൊരു തടസ്സവുമില്ലാതെ പഴം പച്ചക്കറി മറ്റ് അവശ്യ വസ്തുക്കൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി വ്യക്തമാക്കി. ഇന്ന് ഫൈനൽ ആവേശമാണ്. ഇന്ത്യ മുഴുവൻ കോടിക്കണക്കിന് ജനങ്ങൾ കാത്തിരിക്കുന്ന ദിവസം. ഇന്ന് ന്യൂസിലൻഡിനെ ഇന്ത്യ നേരിടുമ്പോൾ തുടർച്ചയായ രണ്ടാമത്തെ വിജയമല്ലാതെ അല്ലെങ്കിൽ കപ്പല്ലാതെ മറ്റൊന്നും ഇന്ത്യൻ ആരാധകർ ആഗ്രഹിക്കുന്നില്ല. കാരണം മികച്ച ഫോമിലുള്ള ബാറ്റ്സ്മാൻമാരുണ്ട്, മികച്ച ബൗളർമാരുണ്ട്, പൊതുവെ സെറ്റായ ഒരു ടീമുണ്ട്. പക്ഷേ പല ആശങ്കകളുമുണ്ട്. രാത്രി 7 മണിക്ക് അഹമ്മദാബാദിലാണ് കലാശ പോരാട്ടം. സഞ്ജു സാംസന്റെ തോളിലേറിയാണ് കഴിഞ്ഞ 2 മത്സരങ്ങളും ഇന്ത്യ ജയിക്കുകയും ഫൈനലിലേക്ക് എത്തുകയും ചെയ്തത്. നമുക്കറിയാം ആ ഫോം സഞ്ജു തുടർന്നാൽ ഇന്ത്യക്ക് കപ്പെടുക്കൽ അസാധ്യമല്ല, വിദൂരമല്ല. ഹരി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഹരി, ഇന്നിപ്പോൾ ഒരുപാട് ആശങ്കകളുണ്ട്. അഹമ്മദാബാദ് എന്ന് പറയുന്നത് ചെറിയ സ്റ്റേഡിയമല്ല, നേരത്തെ നടന്ന സ്റ്റേഡിയം പോലെ ചെറിയ ബൗണ്ടറി അല്ല. കൂടുതൽ നമ്മൾ പ്രയത്നിക്കേണ്ടി വരും. അതുമാത്രമല്ല 2023 ഒരു പരാജയം ഒരു കരുതലായി എല്ലാ ഇന്ത്യൻ ആരാധകരുടെയും മനസ്സിലുണ്ട്. ടീമംഗങ്ങളെ പേടിപ്പെടുത്തുന്നതും അതുതന്നെയാണ്. എന്ത് പ്രതീക്ഷിക്കണം? ഏത് തരത്തിൽ സെറ്റാണ് നമ്മുടെ ടീം? 2023 മുതൽ തന്നെ ഇത്തവണയും ഇന്ത്യ പരാജയം ഈ T20 ലോകകപ്പിൽ അറിഞ്ഞത് ഒരേ ഒരു സ്റ്റേഡിയത്തിലാണ്. അത് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. അത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 76 റൺസിന്റെ പടുകൂറ്റൻ തോൽവിയാണ്. അത് നടന്നതും ഇതേ സ്റ്റേഡിയത്തിലാണ് എന്നതും കൂടി ഓർത്തു വെച്ചതുകൊണ്ട് ഞാൻ ബാക്കിയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം, 140 കോടി ജനങ്ങളുടെ സ്വപ്നമാണ് ഇന്നത്തെ ദിവസം. ഇന്ന് നമ്മൾ ഒരുപക്ഷെ നെറ്റ് റൺ റേറ്റ് കൂട്ടിയും കിഴിച്ചും ഒക്കെ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് സൂപ്പർ 8-ലേക്ക് വന്ന് അവസാനം വേറൊരു ടീമിന്റെ ജയമൊക്കെ ആവശ്യമായി വന്നിട്ട് സൂപ്പർ 8-ൽ വീണ്ടും കൂട്ടിയും കഴിച്ചുമാണ് നമ്മൾ സെമിയിലേക്കൊക്കെ വന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് പറഞ്ഞതുപോലെ തന്നെ സൂപ്പർ 8-ലായിക്കോട്ടെ അതിനുശേഷം സെമിയിലായിക്കോട്ടെ സഞ്ജു സാംസൺ എന്ന വ്യക്തി നമ്മൾ ഓരോ പടിയിലേക്കും കൊണ്ടുവന്ന് ഇപ്പോൾ ഫൈനലിലേക്ക് കൊണ്ടെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മലയാളി എന്ന രീതിയിലും അതിനുള്ള അഭിമാനം ഒക്കെ തന്നെ ഉണ്ട്. പക്ഷെ ടീം എന്ന രീതിയിൽ സെറ്റ് ആണോ എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഫ്ലാറ്റ് പിച്ചിൽ നമ്മൾ 253 റൺസ് എടുക്കുമ്പോൾ പോലും മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് നമ്മൾ ആകെ മൊത്തം പിടിച്ചുലയ്ക്കുന്നത് നമ്മൾ കണ്ടു. 246 റൺസ് ഇംഗ്ലണ്ട് എടുക്കുമ്പോൾ 7 റൺസിന് മാത്രമാണ് ഇന്ത്യ ജയിക്കുന്നത്.
ബൗളിംഗ് യൂണിറ്റ് ശക്തമാണോ എന്ന് പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി നിൽക്കുന്നുണ്ട്. കാരണം വരുൺ ചക്രവർത്തിക്ക് 4 ഓവറിൽ 61 റൺസ് വഴങ്ങുന്നതും പേസ് ബോളറായ ഹർഷ്ദീപ് സിംഗ് 12 എക്കോണമിയിലൊക്കെ പറക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോ ഇത്രയും സെറ്റായ ഒരു ഇന്ത്യൻ ടീം ആണോ, അതോ ഇതേപോലെ തന്നെ ന്യൂസിലൻഡ് ബാറ്റർമാൻ അടിച്ചു തെറിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടോ? കാരണം ന്യൂസിലൻഡ് ആവട്ടെ 13 ഓവറിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ജയിച്ചിട്ടാണ് അവർ വരുന്നത്. ഫിന്നലിന്റെ ഒരു ഗംഭീര നോക്ക് 33 പന്തിൽ സെഞ്ചുറി അടിച്ചിട്ടാണ് ന്യൂസിലൻഡ് ടീം ഫൈനൽ കളിക്കാൻ വേണ്ടി എത്തുന്നത്. ഫാസ്റ്റസ്റ്റ് T20 സെഞ്ചുറി പ്ലെയർ എന്നുള്ള റെക്കോർഡ് അവർ അടിച്ചു കൊടുത്തു. എന്തായാലും അതെല്ലാം മാറ്റി നിർത്തിയാൽ പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2024 ചാമ്പ്യൻസ് ആണ്, ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണ്. ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ഇതുവരെ T20 ലോകകപ്പ് ഡിഫെൻഡ് ചെയ്ത ചരിത്രം ഉണ്ടായിട്ടില്ല. അത് തിരുത്തിക്കുറിക്കാൻ ഒരു അവസരം. 2 T20 ലോകകപ്പ് 2 തവണയിൽ കൂടുതൽ ഒരു രാജ്യം ഇതുവരെ നേടിയിട്ടില്ല. അത് 3-ാം തവണയാക്കി വീണ്ടും ചരിത്രം കുറിക്കാനുള്ള അവസരം. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഇന്ന് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ സംഭവിക്കും. ഇന്ത്യ ഇന്ന് ജയിച്ചാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് സഞ്ജു സാംസൺ എങ്ങനെയാണോ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി തിളങ്ങിയത് ആ ഫോം ഇന്ന് തുടരുക എന്നുള്ളതാണ്. സഞ്ജു ഇന്ന് തിളങ്ങിയാൽ നമുക്ക് ഒരു അവാർഡും കൂടെ കിട്ടും. അത് മികച്ച പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് സഞ്ജു സാംസന്റെ കൈകളിൽ ഭദ്രമായിരിക്കും. അത് വെറും 4 മത്സരങ്ങൾ മാത്രം കളിച്ച മനുഷ്യൻ ഈ ICC T20 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് നേടിയാൽ അതും ഒരു ചരിത്രമാണ്. ഏറ്റവും കുറഞ്ഞ മത്സരങ്ങളിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് കിട്ടുന്ന ഒരു വ്യക്തി കൂടിയായി സഞ്ജു മാറാം. അതിന് ഇന്നും കൂടി ഗംഭീരമായ കളി കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആ വിഴിഞ്ഞത്തുകാരൻ മലയാളി പയ്യന് ആ ഒരു അവാർഡ് വീണ്ടും കേരളത്തിലേക്ക് കൊണ്ടുവരാം. അതൊരു പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് എന്ന് പറഞ്ഞ് ഇതേ ടൂർണമെന്റിൽ സ്ഥാനം നഷ്ടപ്പെട്ട ഒരു മനുഷ്യന് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഇല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷെ ഇന്ന് ഏതെങ്കിലും 2 ടീമിൽ ഏതെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഇല്ല എന്നായിരിക്കും മറുപടി. ന്യൂസിലൻഡ് ഒരു തരത്തിലും അവരുടെ ടീമിനെ മാറ്റാൻ സാധ്യതയില്ല. ഇന്ത്യയും അതുപോലെ തന്നെ. ബൗളിംഗിൽ പ്രശ്നങ്ങളുണ്ട്. വരുൺ ചക്രവർത്തിക്ക് റണ്ണ് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ പോലും ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്ന് കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിൽ സൂര്യകുമാർ യാദവ് പറയാതെ പറഞ്ഞു. ചേഞ്ചസ് ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നാളെ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും, നിലവിൽ ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്നാണ് സൂര്യയുടെ കമന്റ്. സോ ടീം വളരെ കോൺഫിഡന്റ് ആയിട്ട് സെറ്റ് ആയിട്ട് അതനുസരിച്ച് രീതിയിൽ തന്നെ പോകാനാണ് സാധ്യത. പിന്നെ നമുക്കറിയാം സഞ്ജു സാംസൺ ആണ് ഇന്ത്യയുടെ മികച്ച പ്രതീക്ഷ. സഞ്ജുവിന്റെ തോളിലേറിയാണ് കഴിഞ്ഞ 2 മത്സരങ്ങളും ഇന്ത്യ. അത്ഭുതകരമായ സഞ്ജുവിന്റെ ഫോം മാറ്റം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി നമ്മുടെ വിജയത്തെ സ്വാധീനിച്ചു എന്നുള്ളത് നമുക്കറിയാം. ഫൈനലിൽ ഇന്ത്യയുടെ സാധ്യതകൾ വിലയിരുത്തുകയാണ് പരിശീലകൻ ബിജു ജോർജ് മറ്റാരുമല്ല, സഞ്ജു സാംസനെ പരുവപ്പെടുത്തിയെടുത്ത ആദ്യകാല പരിശീലകൻ കൂടിയാണ് ബിജു ജോർജ്. തിരുവനന്തപുരം സ്വദേശിയാണ് ബിജു ജോർജ്. എൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ക്രിക്കറ്റ് ലോകം ആവേശത്തിലാണ്. T20 വേൾഡ് കപ്പിന്റെ ഫൈനലിന്റെ മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് പ്രമുഖ ക്രിക്കറ്റ് പരിശീലകൻ ബിജു ജോർജാണ്. എത്രത്തോളം സാധ്യതയാണ് ഇന്ത്യക്ക് ഈ ഘട്ടത്തിൽ? കാരണം അത്ര അനായാസമായി കയറി വന്നതല്ല, ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ലാസ്റ്റ് മാച്ച് പോലും വളരെ ഫൈറ്റ് ചെയ്ത ഒരു ടൂർണമെന്റാണ്. എത്രത്തോളം സാധ്യതയുണ്ട് ഇന്ത്യക്ക്? ഒരു വലിയ ടൂർണമെന്റിൽ വരുമ്പോഴത്തേക്ക് ഒരു ടീമും തുടർച്ചയായിട്ട് ജയിച്ചു വരില്ല. ഇന്ത്യ സൗത്ത് ആഫ്രിക്കയായിട്ട് തോറ്റത് ഒരു വേക്കപ്പ് കോളായിരുന്നു. അതിനുശേഷം ഇന്ത്യയുടെ കളിയും കമ്മിറ്റ്മെന്റും അവരുടെ പ്ലാനിങ്ങിന്റെ ലെവലിലൊക്കെ വളരെ വ്യത്യാസം വന്നു. എന്റെ മനസ്സിൽ ചോദിച്ച് 95% ഇന്ത്യ ജയിക്കും തന്നെയാണെന്ന് പ്രതീക്ഷ. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിന്റെ ഒരു പ്രത്യേകത, ഇന്ത്യ ഒരു 10 മാച്ചിൽ 7 മാച്ച് ജയിച്ചു റെക്കോർഡ് അവിടെ ഉണ്ട്. പക്ഷേ അവിടെ അപ്പോഴൊരു വേൾഡ് കപ്പ് ഫൈനൽ തോറ്റ ഒരു ഗ്രൗണ്ടാണ്. അതായത് ഹോണ്ട് ചെയ്യൂ ടീമിനെ? അങ്ങനെ ഒരിക്കലും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതും കഴിഞ്ഞ മാച്ച്, കഴിഞ്ഞ ബോൾ, ഇതിനൊന്നും നമുക്ക് പ്രസക്തിയില്ല. നമ്മൾ നേരിടാൻ പോണ ബോൾ, നെക്സ്റ്റ് കളിക്കുന്ന മാച്ച്, ഇതിനെക്കുറിച്ച് മാത്രം ആലോചിക്കും. ഇന്ത്യയും പെർഫെക്റ്റ്ലി എന്ന് പറയുന്ന പീക്കിലാണ്. തീർച്ചയായിട്ടും ജയിക്കും. ഈ ടീം കോമ്പോസിഷൻ എങ്ങനെയാണ് ശരിക്കും? ഒരു 6th ബൗളറുടെ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു എന്റെ ഒരു കാൽക്കുലേഷൻ വെച്ചാണ് ഇന്ന് കുൽദീപ് കളിക്കണം എന്നാണ് എന്റെ അഭിപ്രായം വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസിലാൻഡേഴ്സ് ഒരു ചൈനമൻ ബോളേഴ്സിന് ട്രഡീഷണലി അത്ര നല്ലപോലെ കളിക്കുന്നവരല്ല. അതുകൊണ്ട് കുൽദീപ് കളിക്കണമെന്നാണ് എന്റെ പ്രതീക്ഷ. വരുൺ ചക്രവർത്തിക്ക് പകരമാണോ? വരുൺ ചക്രവർത്തിയും കുൽദീപ് രണ്ടുപേരും കളിക്കണം. 2 സ്പിന്നേഴ്സ് കളിക്കണം. ഒരു ബാറ്റർ മാറേണ്ടി വരും, ഓൾറൗണ്ടർ മാറേണ്ടി വരും. ശിവൻ ദുബെ നല്ല ഫോമിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. ശിവൻ ദുബെ അത് മാനേജ്മെന്റിന്റെ തലവേദനയാണ്. പക്ഷെ ഒരു ബാറ്റർ മാറിയാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇപ്പൊ സഞ്ജു നല്ലപോലെ ബാറ്റ് ചെയ്യുന്നു. അഭിഷേക് ശർമ്മ ഇത് ഡ്യൂ ഫോർ എ ബിഗ് സ്കോർ. 100% ഇന്നത്തെ മാച്ച് അടിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ബാറ്റർ മാറിയാലും ഒരു ബോളർ എക്സ്ട്രാ വരുന്നത് നല്ല തന്നെയാണ്. ഈ 6 ബോളറുടെ ഒരു കുറവ് കൃത്യമായിട്ട് കഴിഞ്ഞ മാച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അവസാനം 30 റണ്ണൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ദുബെ ബോൾ ചെയ്യാൻ പോലും സൂര്യകുമാർ തയ്യാറായത്. ഇന്ന് ഈ ന്യൂസിലാൻഡ് പോലത്തെ ഒരു ടീം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മീഡിയം ബേസ് ബോളേഴ്സിനെ കളിച്ച് വളരെ പരിചയമുള്ളവരായിരിക്കും. അതേസമയം മിസ്റ്ററി സ്പിന്നേഴ്സ്, ചൈനമൻ ബോളേഴ്സ് തീർച്ചയായിട്ടും അവർക്കൊരു പ്രതികൂലമായിട്ടുള്ള ബോളിംഗ് ആയിരിക്കും. അതുകൊണ്ട് ഒരു ഇതാരും കളിക്കണം തന്നെയാണ് വിശ്വസിക്കുന്നത്. സൂര്യകുമാറിന്റെ രീതിക്ക് നോക്കുമ്പോൾ ഈ ടീം ഘടന മാറ്റാൻ തയ്യാറാകുമോ? ഒരു വിന്നിംഗ് കോമ്പിനേഷൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ നോക്കില്ല? ഗൗതം ഗംഭീറിനെ പോലൊരു കോച്ചുള്ളിടത്തോളം കാലം എപ്പോഴും റാഡിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന കോച്ചാണ്. എന്റെ വിശ്വാസം അനുസരിച്ച് മാറ്റം വരുമെന്ന്
ന്യൂസിലൻഡ് ഓപ്പണേഴ്സ് ആ സൗത്ത് ആഫ്രിക്ക മാച്ച് കളിച്ച് അസാധ്യമായ പ്രകടനമാണ്. അവരെ ശരിക്കും പേടിക്കണ്ടേ? ഫിന്നലനും ടിം സ്റ്റുവർട്ട് ഇവർ സീഫർട്ടും ഔട്ട്സ്റ്റാൻഡിംഗ് പ്ലേയേഴ്സാണ്. സീഫർട്ടിന്റെ കൂടെ ഞാൻ ഡൽഹി ക്യാപിറ്റൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ ഞാൻ KKR ആണ്. രണ്ടുപേരും KKRന്റെ പ്ലേയേഴ്സാണ്. രണ്ട് ഓപ്പണേഴ്സാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ചെയ്തു. പക്ഷേ ഇന്ത്യയുടെ ബോളിംഗ് ക്വാളിറ്റി അവരെങ്ങനെ നേരിടണമെന്നുള്ള കണ്ടു തന്നെ അറിയണം. ഫൈനൽ പ്രഷർ ഉണ്ടാവും സ്വാഭാവികമായിട്ട്. ഒരിക്കലും ഇല്ല. അവർക്ക് ഉണ്ടാവില്ലേ? അവർക്കുണ്ടാവുമായിരിക്കും. ഇന്ത്യക്ക് ഒരിക്കലും ഇല്ല. വലിയൊരു സ്റ്റേഡിയമാണ്. അപ്പൊ അതിന്റെ ഒരു വൈബും കൂടി വരുമ്പോൾ സ്റ്റേഡിയം വൈബാണ്. ഭയങ്കര സൗണ്ടാണ്, ഭയങ്കര നോയ്സിയാണ്. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. അതിന് കളിക്ക് അതിന്റെ അകത്തിറങ്ങി നമ്മൾ സൗണ്ട് പോലും കേൾക്കില്ല. തീർച്ചയായിട്ടും ഇന്ത്യ ജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. സഞ്ജു സാംസനെ പറ്റി പറയാതെ പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് സഞ്ജു ഈ ന്യൂസിലൻഡ് ടൂറിൽ അവസാന മാച്ച് ഇവിടുന്ന് പോകുമ്പോൾ തീർത്തും നിരാശനായി അടുത്ത ആരാധകർ പോലും തള്ളിപ്പറയുന്ന അവസ്ഥയിലായിരുന്നു. സഞ്ജുവിന് തിരിച്ചുവരും എങ്ങനെ? നാളെ എങ്ങനെ സഞ്ജുവിനെ പ്രതീക്ഷിക്കുന്നു? ഒന്ന് ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവും. അപ്പൊ സഞ്ജു തീർച്ചയായിട്ടും ഈ വരുന്ന ഫോമിൽ അതേപോലെ ബാറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്കോർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യക്ക് തന്നെയാണ് സാധ്യത. 95% ഇന്ത്യക്ക് തന്നെയാണ് സാധ്യത. ബിജു ജോർജാണ് നമ്മൾ സംസാരിച്ചത്. അദ്ദേഹം ഇന്ത്യൻ വനിതാ ടീമിന്റെ ഫീൽഡിംഗ് പരിശീലകനായിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഫീൽഡിംഗ് കോച്ചായിരുന്നു. ഡൽഹി ക്യാപിറ്റൽസിന്റെ ഫീൽഡിംഗ് കോച്ച്. അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശീലക സ്ഥാനത്ത് നിൽക്കുന്ന അദ്ദേഹമാണ് ഇന്ത്യയുടെ ഫൈനൽ മത്സരത്തിലെ സാധ്യതകൾ, ഇന്ത്യൻ ടീമിന്റെ കോമ്പോസിഷൻ എങ്ങനെ ആയിരിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു അദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യക്തമാക്കിയത്. സഞ്ജുവിന് ആശംസ നേർന്ന സ്പോർട്സ് ഹബിലെ കുട്ടിത്താരങ്ങളും രംഗത്തെത്തി. കാര്യവട്ടത്തെ സ്പോർട്സ് ഹബ് ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് സഞ്ജു വി സാംസന്റെ ഹോം ഗ്രൗണ്ടാണ്. സഞ്ജു നിരവധി മത്സരങ്ങൾ കളിച്ച, അന്താരാഷ്ട്ര മത്സരം ഒന്ന് മാത്രമേ സഞ്ജുവിനെ കളിക്കാൻ കഴിയുള്ളെങ്കിൽ പോലും മറ്റ് നിരവധി മത്സരങ്ങൾ, രഞ്ജി ട്രോഫി അടക്കമുള്ള നിരവധി മത്സരങ്ങൾ കളിച്ച KCLൽ മികച്ച ഫോമിൽ കളിച്ച ഗ്രൗണ്ടാണ്. ഇവിടെ ഒരു പറ്റം വിദ്യാർത്ഥികൾ, ക്രിക്കറ്റ് പരിശീലനത്തിലെത്തിയ കുട്ടികളുണ്ട്. അവർ ക്രിക്കറ്റ് വളരെ കാര്യമായി തന്നെ ഫോളോ ചെയ്യുന്നവരാകാം, സഞ്ജു സാംസന്റെ ആരാധകരാകാം, ഇന്ത്യൻ ടീമിന്റെ വലിയ പ്രതീക്ഷകളുണ്ടാകാം അവർക്ക്. ഏതായാലും അവരുടെ പ്രതികരണങ്ങളിലേക്ക്, വേൾഡ് ഫൈനലിലേക്ക് പോകുമ്പോൾ എങ്ങനെ ഉണ്ടാകും? ഫൈനലിൽ ആര് ജയിക്കും? കഴിഞ്ഞ കളിയെ കണ്ടായിരുന്നോ? ആരടിക്കും ഫൈനലില്? സഞ്ജുവിന്റെ കളി എങ്ങനെയുണ്ട്? ഇവിടെ ഈ ന്യൂസിലൻഡ് മാച്ച് കാണാൻ വന്നിരുന്നോ അന്ന് സഞ്ജുവായിട്ട്? അന്ന് സങ്കടം തോന്നിയോ? പിന്നെ എങ്ങനെ സഞ്ജു മാറിയത്? ഇപ്പൊ കുറെ പ്രാക്ടീസ് ചെയ്തിട്ട് നല്ല പ്രാക്ടീസ് ചെയ്ത് ഫോം തിരിച്ചു പിടിച്ചു. ആണോ? നന്നായിട്ട് കളിക്കുന്നുണ്ടോ ഇപ്പൊ സഞ്ജു? ഇപ്പൊ നന്നായിട്ട് കളിക്കുന്നുണ്ട്. നാളെയോ? നാളെ കളിക്കുമായിരിക്കും. നല്ല ഫോമിലായില്ലേ? ആ, ഇപ്പോഴും നല്ലോണം സഞ്ജു കളിക്കുന്നുണ്ട്. ഇപ്പോഴും നല്ല ഫോമിൽ തന്നെ കളിക്കുന്നു. കഴിഞ്ഞ രണ്ട് ഇന്നിങ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. സഞ്ജു നല്ല കളിച്ചു. കഴിഞ്ഞ 2 ഇന്നിങ്സ് റണ്ണൊക്കെ അടിച്ചു. നല്ല റണ്ണടിച്ചു. ഈ വേറെ ആര്, സഞ്ജു അല്ലെങ്കിൽ വേറെ ആര്? അഭിഷേക് ശർമ്മ നാളെ കളിക്കുന്നില്ലേ? നാളെ വേറെ ആര് കളിക്കാൻ സാധ്യതയുണ്ട്? സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ. ഇത് കഴിഞ്ഞ നന്നായിട്ട് കളിച്ചല്ലേ? കിഷൻ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലേ? പിന്നെ ഈ ബൗളേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? ബുംറയുടെ ബോളിംഗ് എങ്ങനെയുണ്ട്? ഇവിടെ ബോളർ ആരുണ്ട് ഇതില് കൂട്ടത്തില്? എല്ലാം ബോളേഴ്സ് ആണോ? ബുംറ എങ്ങനെയുണ്ട്? ബുംറ കൊള്ളാന്നേ കൊള്ളാം. അല്ല, നല്ല ബോളറി. പണ്ടത്തെ പോലെ മറ്റേ അതുപോലത്തെ യോർക്കേഴ്സ് ഒന്നും ഇപ്പൊ വരാറില്ല. കഴിഞ്ഞ കണ്ടില്ലേ യോർക്കറൊക്കെ? 4 യോർക്കർ. പക്ഷെ ഇപ്പം ഫുൾ ടോസ് ഒക്കെയാണ് അറിയണം. ചില ഫുൾ ടോസ് ഒക്കെ വരും. അപ്പൊ അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ സൂപ്പർ ബോളറാണ് ബുംറ. ഇപ്പം നേരെ അറിയും, ചിലപ്പോഴേക്കും ആർക്കാർ വരുന്നു. ബുംറ മാത്രമേ ഉള്ളല്ലേ? വരുൺ ചക്രവർത്തിക്ക് അടി കിട്ടല്ലേ? വരുൺ ചക്രവർത്തി ഫോമിലല്ലേ ഇപ്പം? നല്ല അടി കിട്ടുന്നുണ്ട് ബാറ്ററിന്റെ നിന്നൊക്കെ. നാളെ ശരിയാവോ? ശരിയാവണം. വരുൺ ചക്രവർത്തിക്ക് പകരം അടിയിട്ടേ മിസ്റ്ററി സ്പിന്നർ. മിസ്റ്ററിയാണ്. പക്ഷെ മിസ്റ്ററിയൊക്കെ ആൾക്കാർ എടുത്ത് അടിക്കല്ലേ ഇന്നലെയൊക്കെ? നല്ല അടിയായിരുന്നു ഇന്നലെ. ഇപ്പൊ ഫോം ഔട്ട് ആണെന്നാണ് പറയുന്നത്. എന്തായാലും കളി കണ്ടോ? സെമിയൊക്കെ കണ്ടായിരുന്നോ? ഫൈനലില് ഇന്ത്യ ജയിക്കുമോ? ജയിക്കും. ആരടിക്കും? സഞ്ജു അടിക്കും. സഞ്ജു അടിക്കും. സഞ്ജുവിലാണ് കുട്ടിത്താരങ്ങളുടെയും പ്രതീക്ഷ. കാര്യവട്ടം സ്പോർട്സ് ഹബിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ ചേർന്നത്. ജോസ് കെ മാണി MP ഇതുമായി ബന്ധപ്പെട്ട് സഞ്ജു സാംസൺ അടക്കം ആശംസകൾ നേർന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. 2020 വേൾഡ് കപ്പ് ഇന്ത്യ വേഴ്സസ് ന്യൂസിലൻഡ് മത്സരം നടക്കാൻ പോവുകയാണ്. നമുക്കറിയാം, വേൾഡ് കപ്പിൽ എപ്പോഴും ഇന്ത്യ അപ്രതീക്ഷിതമായ ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു പെർഫോമൻസ് ഒക്കെ എപ്പോഴും കാണിക്കാറുണ്ട്. ഈ വരുന്ന മത്സരത്തിലും ഇന്ത്യ ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രധാനമായും ഓൾ ഐസ് ഓൺ നമ്മുടെ താരമായ സഞ്ജു സാംസന്റെ നേരെ ആയിരിക്കും. കാരണം കഴിഞ്ഞ 2 മാച്ചിലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു.
ഈ പ്രാവശ്യവും ഇന്ത്യ ജയിക്കുന്നതോടൊപ്പം സഞ്ജു സാംസണ് നല്ല ഫീൽഡിങ്ങിലും ബാറ്റിങ്ങിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. സഞ്ജുവും ഇന്ത്യയും തകർക്കുമെന്നാണ് ചാണ്ടി ഉമ്മൻ MLA പ്രതികരിച്ചത്. തികഞ്ഞ ക്രിക്കറ്റ് പ്രേമിയായ ചാണ്ടി ഉമ്മൻ MLAയുടെ ലോക പ്രതീക്ഷകൾ കൂടി കേൾക്കാം. ക്രിക്കറ്റ് ലോകകപ്പാണ്. ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് ക്രിക്കറ്റ് ഒരു മതമായും വികാരമായും കൊണ്ടു നടക്കുന്നവരാണ്. അതുപോലെ ക്രിക്കറ്റിനെ വളരെ സ്നേഹിക്കുന്ന ഒരു MLA നമ്മോടൊപ്പം ചേരുകയാണ്. ചാണ്ടി ഉമ്മനാണ്. ഒരു തികഞ്ഞ ക്രിക്കറ്റ് പ്രേമിയാണ്, ക്രിക്കറ്റ് താരമാണ്. ഇന്ത്യയുടെ സാധ്യതകൾ എങ്ങനെ കാണുന്നതാണ്? 100% ഇന്ത്യ വീണ്ടും കപ്പെടുക്കുന്നു. ആരായിരിക്കും ഇന്ത്യക്ക് വേണ്ടി ഫോം ആണോ എന്ന്? സഞ്ജു നമ്മുടെ പയ്യനാണല്ലോ, നമ്മുടെ നാട്ടുകാരനാണ്. വലിയ പ്രതീക്ഷയാണ് സഞ്ജുവിൽ. കഴിഞ്ഞ മാച്ചിലൊക്കെ നല്ലപോലെ പെർഫോം ചെയ്തു. അപ്പം അതുകൊണ്ട് നമ്മുടെ ഫുൾ ഹോപ്പ് പുള്ളിയിലാണ്. സഞ്ജു ഈ കാര്യവട്ടത്ത് അവസാന ഒരു മാച്ച് നടക്കുമ്പോൾ ടീമിൽ നിന്ന് പുറത്തായി പോകുന്ന അവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് വല്ലാത്തൊരു രാഷ്ട്രീയക്കാർക്കൊക്കെ ഇങ്ങനെ ഒരു തിരിച്ചുവരവുണ്ട്. ആ തിരിച്ചുവരവിനെ പറ്റി എങ്ങനെ കാണും? തീർച്ചയായും ഞാൻ ആ മാച്ച് കാണണമെന്ന് ആഗ്രഹിച്ച ആളാണ്. പക്ഷെ എനിക്ക് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒത്തിരി താമസിച്ചു. നന്നായി കണ്ടെങ്കിൽ വിഷമം തോന്നി. ഏതായാലും എനിക്ക് കാണാൻ പറ്റിയില്ല. എങ്കിൽ പോലും നല്ല പെർഫോമൻസ് ഇപ്പോൾ കാഴ്ചവെക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഫുൾ പ്രതീക്ഷയാണ് നമുക്ക് ഈ പ്രാവശ്യം ഉള്ളത്. ടീം മൊത്തത്തിൽ എങ്ങനെയുണ്ട്? ഇന്ത്യ അഭിഷേക് ശർമ്മയുണ്ട്, ആ ഒരു ഓപ്പണിങ്ങും ഇഷാൻ കിഷൻ താഴെ വരും. തീർച്ചയായിട്ടും നല്ലൊരു ലൈനപ്പ് തന്നെയാണുള്ളത്. പക്ഷെ ഞാനും കൂടെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. അത് അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് അതുപോലെ ആവാതിരിക്കണം കേട്ടോ. ഏതായാലും കളിയെ കൊണ്ടുപോയപ്പോ, ക്രിക്കറ്റ് കളിയെ കൊണ്ടുപോയപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങള് പുതുപ്പള്ളി ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് MLA 11 വേഴ്സസ് യൂട്യൂബേഴ്സ് 11 ആദ്യത്തെ കളി ഞങ്ങൾ ജയിച്ചു. ഞങ്ങൾ ജയിച്ചിരുന്നപ്പോൾ 2 കളിയോട് കളിക്കണമെന്ന് പറഞ്ഞു. 2 തോറ്റു. അതുകൊണ്ട് പക്ഷെ എന്റെ ഉജ്ജ്വലമായ പെർഫോമൻസ് കൊണ്ടാണ് അത്രയും ഫസ്റ്റ് ഗെയിം ജയിച്ചത്. ഏതായാലും ഇനി വരാൻ പോകുന്ന കളി ജയിക്കുമെന്ന് ഉറപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തമ്മിൽ കളിച്ചപ്പോൾ കള്ളക്കളി കളിച്ച് എന്നെ പുറത്താക്കിയാണ്. ഫുൾ ത്രോ ബോളായിരുന്നു. ഫസ്റ്റ് ബോൾ ഔട്ടായപ്പോ ഫസ്റ്റ് ബോൾ ബൗൾഡായപ്പോ ത്രോ എന്നുകൊണ്ട് കാര്യമില്ല. ഏതായാലും നാളെ ഇന്ത്യ ജയിക്കട്ടെ. പുതുപ്പള്ളിയിൽ വീണ്ടും ചാണ്ടി ഉമ്മൻ ജയിക്കട്ടെ. ഇന്ത്യക്കും സഞ്ജുവിന് ആശംസയും കൂടെ. തീർച്ചയായിട്ടും വീണ്ടും വേൾഡ് കപ്പ് എടുക്കുവാൻ ഇന്ത്യക്ക് സാധിക്കട്ടെ. അതിന് നേതൃത്വം കൊടുക്കുവാൻ സഞ്ജു സാംസന് സാധിക്കട്ടെ എന്ന് പ്രത്യേക ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കായിക നിരീക്ഷകൻ, സ്പോർട്സ് നിരീക്ഷകൻ ശ്രീ ദേവദാസ് വി, കണ്ണൂർ സ്വദേശിയാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു. സെഞ്ചുറി പോലും ഒരു ആദ്യത്തെ ഫേസ് 20 റൺസ് കഴിഞ്ഞാൽ സഞ്ജുവിൻ്റെ ഒരു സെഞ്ചുറിയിലേക്ക് പോയ പിന്നെ 150 പോലും സഞ്ജുവിന് എടുക്കാൻ പറ്റിയ ഒരു താരം. T20 ഒരു 150 എടുക്കാൻ പറ്റിയ ഒരു താരം ഉണ്ടെങ്കിൽ അത് സഞ്ജു സാംസൺ ആണ്. അത് ഈ വേൾഡ് കപ്പ് ഫൈനലിലായാൽ സഞ്ജു സാംസൺ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റിന് ICC ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 8 പേരിൽ ഒന്ന് ഇന്ത്യയിൽ നിന്ന് ഒരേ ഒരു പ്ലെയറേ ഉള്ളൂ, സഞ്ജു സാംസൺ. അപ്പം നോക്കണം, സഞ്ജു സാംസണ് പുറത്തിരുത്തിയവർക്കെല്ലാം എല്ലാവർക്കും ഉള്ളൊരു ഇരട്ടടി തന്നെയാണ് സഞ്ജു സാംസണിൻ്റെ ഈ റിഡംഷൻ. അത് പക്ഷേ ഇന്ത്യൻ കായിക പ്രേമികൾക്ക് സഞ്ജു സാംസൺ ആ ടൂർണമെൻറ്റ് കൊണ്ടുവരും. അതേപോലെ ഒരു എക്സ് ഫാക്ടറാണ്. ഇതിലെല്ലാം ഡിഫറൻസ് ഈക്വലാണ് കളിക്കാർ ഇതെല്ലാം. പക്ഷേ എക്സ് ഫാക്ടർ ബോളിങ്ങിൽ ബുംറയാണ്. ബുംറയുടെ ബോളിങ് ടോപ്പ് ഓർഡറിൽ ഫസ്റ്റ് ഓവറിന് ബോൾ ചെയ്യാൻ വന്ന് ആ പവർ പ്ലേയിൽ സീഫോർട്ടിനെയും അലനെയും എല്ലാം വിക്കറ്റ് എടുത്തെങ്കിൽ ഇന്ത്യക്ക് വിജയം ഉറപ്പാണ്. ബുംറ എന്ന ഇതും സഞ്ജു സാംസൺ എന്ന അത്യുല്യ താരവും ഇന്ത്യക്ക് ലോകകപ്പ് നേടിത്തരും എന്ന് തന്നെയാണ്. ഇടവേള. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു.
140 മണ്ഡലങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധിയെഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. കൊല്ലത്ത് വിയറ്റ്നാം കപ്പലിടിച്ച അപകടത്തിൽപ്പെട്ട മത്സ്യബന്ധന ബോട്ടിലെ 2 തൊഴിലാളികൾക്കായി തെരച്ചിൽ തുടരുന്നു. ശക്തികുളങ്ങരയിൽ നിന്നുള്ള സെയിന്റ് ജോസഫ് ബോട്ടിലെ 2 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. 9 പേരെ രക്ഷപ്പെടുത്തി. എസ് വിനീഷ് വിവരങ്ങൾ പങ്കുവെക്കും. വിനീഷ്, കന്യാകുമാരി തീരത്തിനടുത്താണ് അപകടമെന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് സംഭവിച്ചത്? ഈ ഇടിച്ച ബോട്ട് അത് നിരീക്ഷണത്തിലാണോ? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. ഈ ബോട്ടിൽ 11 മത്സ്യത്തൊഴിലാളികളായിരുന്നു ഉണ്ടായിരുന്നത്. 9 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. അത് കപ്പലിലെ ജീവനക്കാർ തന്നെയാണ് രക്ഷപ്പെടുത്തിയതും. അതേസമയം 2 പേരെ രണ്ടുപേർക്കായി തിരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. തമിഴ്നാട്, പശ്ചിമ ബംഗാൾ സ്വദേശികളാണ് ഇരുവരും. അവർക്ക് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. അപ്പോൾ ഇവരെല്ലാം തന്നെ മത്സ്യത്തൊഴിലാളികളായിരുന്നു. വെള്ളിയാഴ്ച ശക്തികുളങ്ങരയിൽ നിന്നാണ് ഈ മത്സ്യബന്ധനത്തിനായി ബോട്ട് പുറപ്പെട്ടത്. സെന്റ് ജോസഫ് എന്നാണ് ബോട്ടിന്റെ പേര്. ശക്തികുളങ്ങര ഹാർബറിൽ നിന്ന് ഏകദേശം ഒരു 120 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ആഴക്കടലിൽ വെച്ചാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ബോട്ട് ഈ വിയറ്റ്നാം കപ്പലുമായി കൂട്ടിയിടിക്കുകയായിരുന്നു മത്സ്യബന്ധനത്തിനിടയിൽ. അപ്പോൾ ഈ കപ്പലിലുണ്ടായിരുന്ന തന്നെയാണ് രക്ഷപ്പെടുത്തിയതും. അപ്പോൾ സമീപത്ത് മത്സ്യബന്ധനത്തിന് ഏർപ്പെട്ട മറ്റ് ബോട്ടിലുള്ളവരാണ് ഈ വിവരം വയർലെസ്സിലൂടെ അറിയിക്കുന്നത്. അങ്ങനെയാണ് രക്ഷാപ്രവർത്തനത്തിന് ആളുകൾ എത്തുന്നതും. എന്തായാലും ഈ കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്കായിട്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. രക്ഷപ്പെടുത്തിയവരെ മറ്റൊരു ബോട്ടിൽ കൊച്ചിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. വിനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കന്യാകുമാരി തീരത്തിനടുത്ത് കൊല്ലം ശക്തികുളങ്ങര ഭാഗത്താണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. 120 ശക്തികുളങ്ങരയിൽ നിന്ന് 120 നോട്ടിക്കൽ മൈൽ അകലെ ആണ് ഈ അപകടമുണ്ടായത്. 2 മത്സ്യത്തൊഴിലാളികളെക്കുറിച്ച് വിവരം ലഭ്യമാകേണ്ടതുണ്ട്. തിരച്ചിലാണ് നമ്മുടെ സംവിധാനങ്ങൾ എന്നാണ് വ്യക്തമാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉള്ള CPI സ്ഥാനാർത്ഥികളെ ഇന്ന് തീരുമാനിക്കും. ഇതിനായി സംസ്ഥാന സെക്രട്ടേറിയറ്റ്, എക്സിക്യൂട്ടീവ്, കൗൺസിൽ യോഗങ്ങൾ ഇന്ന് ചേരും. മണ്ഡലം കമ്മിറ്റികളുടെയും ജില്ലാ കൗൺസിലുകളുടെയും നിർദ്ദേശങ്ങൾ സംസ്ഥാന എക്സിക്യൂട്ടീവ് പരിശോധിക്കും. സംസ്ഥാന കൗൺസിലായിരിക്കും അന്തിമ തീരുമാനം. കാഞ്ഞങ്ങാട് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ സ്ഥാനാർത്ഥിയാകും. നാദാപുരത്ത് P. വസന്തം, P. ഗവാസ് എന്നിവർ പട്ടികയിലുണ്ട്. മൂവാറ്റുപുഴയിൽ N. അരുൺ മത്സരിക്കും. തൃശൂരിൽ പല പേരുകളുള്ളതിനാൽ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കും. മണ്ണാർക്കാട് പോ. സോന്ദറിനെയാണ് പരിഗണിക്കുന്നത്. ഹരിപ്പാട് TT ജിസ്മോൻ മത്സരിക്കും. ചാത്തന്നൂരിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R. രാജേന്ദ്രനും പുനലൂരിൽ അജയപ്രസാദും കരുനാഗപ്പള്ളിയിൽ MS താരയുമാകും സ്ഥാനാർത്ഥികൾ. ചിറയൻകീഴിൽ മനോജ് B. ഇടമനെയാണ് സ്ഥാനാർത്ഥി. അടൂരിൽ സ്ഥാനാർത്ഥിയെ ചൊല്ലി ഭിന്നതയുണ്ട്. സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചാലും ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് ഉണ്ടായേക്കില്ല എന്നാണ് മനസ്സിലാവുന്നത്. പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മുഹസിൻ മതിയെന്നാണ് CPI പാലക്കാട് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. മുഹസിന് 3ാം ടേം ഇളവിനായി സംസ്ഥാന നേതൃത്വത്തോട് നിർദ്ദേശിക്കാൻ ജില്ലാ കൗൺസിൽ ധാരണയായിട്ടുണ്ട്. ഇന്നലെ ചേർന്ന ജില്ലാ കൗൺസിൽ യോഗത്തിൻ്റെതാണ് തീരുമാനം. എന്നാൽ മണ്ണാർക്കാട്ടെ സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനമായിട്ടില്ല. ജില്ലാ നേതാവ് പൊറ്റശ്ശേരി മണികണ്ഠൻ, VM ലത്തീഫ്, മൻസിൽ ബക്കർ എന്നിവരുടെ പേരുകൾ സംസ്ഥാന നേതൃത്വത്തിനോട് ജില്ലാ കൗൺസിൽ നിർദ്ദേശിക്കും. കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മഹസൂദൻ മിസ്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് എത്തും. ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ 2 ദിവസത്തിനകം പൂർത്തിയാക്കാനാണ് നീക്കം. PK കുഞ്ഞാലിക്കുട്ടിയുമായും ജോസഫുമായും കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തുന്നുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 2 സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 ഗ്യാരണ്ടികൾ ആണ് ഇന്നലെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വച്ചത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യമായ യാത്ര എന്നുള്ളത് തമിഴ്നാട്ടിലൊക്കെ നടപ്പിലാക്കിയ കാര്യമാണ്. കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ സ്റ്റൈപ്പൻഡ് നൽകുമെന്നുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനമുണ്ട്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നാണ് പ്രഖ്യാപനം. ഉമ്മൻചാണ്ടിയുടെ പേരിൽ പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം,
അതിൽ ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ കവറേജാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ഒപ്പം യുവാക്കൾക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ, ഇതുകൂടാതെ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിന് പ്രത്യേക വകുപ്പ് എന്നിവ കോൺഗ്രസിൻ്റെ വലിയ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളാണ്. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിച്ച പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനത്തിലായിരുന്നു ഇന്ദിര ഗ്യാരണ്ടികളുടെ പ്രഖ്യാപനം രാഹുൽ ഗാന്ധി നടത്തിയത്. So we have 5 guarantees which we are proposing for the people of Kerala. So the first guarantee is a free bus travel for all women in KSRTC buses. 1,000 rupees a month financial assistance to college going girl students. Welfare pensions increased to 3,000 rupees a month. We are going to name the new health insurance scheme for Kerala after Omen Chandiji. And that is going to provide 25 lakh rupees of insurance for every household. Up to 5 lakh interest-free loans for youngsters who want to start their businesses. And a dedicated ministry for senior citizens' welfare. പാലക്കാട് ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിന്ന് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ 3 ദിവസമായി മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ പ്രചാരണം നടത്തുന്നുണ്ടെങ്കിലും പ്രശാന്ത് ശിവനെ കണ്ടില്ല. കൊല്ലപ്പെട്ട ശ്രീനിവാസന്റെ വീട്ടിലെ സന്ദർശനത്തിലും പ്രശാന്ത് ശിവൻ പങ്കെടുത്തില്ല. പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി സാധ്യത പട്ടികയിൽ നിന്ന് പ്രശാന്തിന്റെ പേര് വെട്ടിയിരുന്നു. പകരം നെന്മാറ ഉറപ്പ് പറഞ്ഞിരുന്നുവെങ്കിലും BDJS സീറ്റ് വിട്ടു നൽകിയില്ല. പ്രശാന്ത് ശിവനെ ഒഴിവാക്കി പ്രചാരണം സജീവമാക്കാനാണ് ശോഭാ സുരേന്ദ്രന്റെ നീക്കം. ചുവരെഴുത്ത് ഉദ്ഘാടനത്തിനുള്ള ക്ഷണവും പ്രശാന്ത് നിരസിച്ചു. വയനാട് ടൗൺഷിപ്പ് സന്ദർശിക്കാനെത്തിയ മമ്മൂട്ടി തന്നെ അനുഗമിച്ച CPM ജില്ലാ സെക്രട്ടറി K റഫീഖിനോട് പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. തൻ്റെ പുറകെ എപ്പോഴും നടക്കേണ്ടെന്നും നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് കരുതില്ലേ എന്നും ചോദിച്ചാണ് മമ്മൂട്ടി നീരസം പ്രകടിപ്പിച്ചത്. മമ്മൂട്ടി അനുകൂലിച്ചും എതിർത്തും നിരവധി പേരാണ് രംഗത്ത് വന്നത്. ബൈപ്പാസിൽ ഒരു കമ്മ്യൂണിറ്റി ഹാള് വരുന്നുണ്ട്, ഒരു ഡിസാസ്റ്റർ മെമ്മോറിയൽ. ബൈപ്പാസ്. ജയരാജ് ബത്തേരി വിവരങ്ങളുമായി ചേരും. ജയരാജ്, ഈ റഫീഖ് മമ്മൂട്ടിയുടെ കൂടെ ഉണ്ട്. കാരണം മമ്മൂട്ടിയെ പോലെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ ഇങ്ങനെ ടൗൺഷിപ്പ് സന്ദർശനത്തിൽ വരുമ്പോൾ CPMന്റെ ജില്ലാ സെക്രട്ടറി, നമുക്കറിയാം CPMന്റെ അനുഭാവം കൂടിയാണ് മമ്മൂട്ടി, അങ്ങനെ അനുഗമിക്കേണ്ടി വരും, സ്വാഭാവികമാണ്. പക്ഷേ മമ്മൂട്ടിക്ക് നീരസമുണ്ടാക്കിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഇതൊരു പാർട്ടി വിളിച്ചിട്ട് വന്നതാണ് എന്നൊരു ബോധ്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കേണ്ട എന്നുള്ള തരത്തിലുള്ള ഒരു നിരീക്ഷണവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ്. രഞ്ജിത്ത്, ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് മമ്മൂട്ടി യാദൃച്ഛികമായി ഈ ടൗൺഷിപ്പ് സന്ദർശിക്കാൻ എത്തുന്നത്. പദയാത്ര എന്ന ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ അവസാന ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടാണ് മമ്മൂട്ടി വയനാട്ടിലെത്തിയതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും 12 മണിയോടെ തന്നെ യാദൃച്ഛികമായി അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പൊന്നുമില്ലാതെയാണ് മമ്മൂട്ടി അവിടെ എത്തിയത്. നിർമ്മാതാവ് ആന്റോ ജോസഫും കൂടെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ സമയത്ത് ഈ റഫീഖ് എന്ന് പറയുന്ന അല്ലെങ്കിൽ CPMന്റെ ജില്ലാ സെക്രട്ടറിയും ഇദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. വന്നപാട് തന്നെ മമ്മൂട്ടി നേരെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ആ വീട്ടിലേക്ക് എത്തുകയാണ് ചെയ്തത്. ആ വീടെല്ലാം സന്ദർശിച്ച് ജനങ്ങളുമായെല്ലാം സംസാരിച്ചു. ഈ സമയത്തൊക്കെ ഇദ്ദേഹവും കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു വിവാദം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം മമ്മൂട്ടി ഇദ്ദേഹത്തോട് പറയുന്നത്. തുടക്കത്തിൽ തന്നെ മാധ്യമപ്രവർത്തകർ ടൗൺഷിപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞ കാര്യവും ശ്രദ്ധേയമാണ്. കാരണം ഇത് മനുഷ്യന് ഭക്ഷണം, അതുപോലെ തന്നെ പാർപ്പിടം എന്നിവയാണ് പ്രാഥമികമായ ആവശ്യമുള്ളത്. ഇതിന് എല്ലാവർക്കും ഒരേ സമയം കിട്ടണമെന്നില്ലെന്നും ടൗൺഷിപ്പ് ജനങ്ങളുടെ പദ്ധതിയാണെന്നും എടുത്തു പറയുകയുണ്ടായി. അല്ലെങ്കിൽ ജനങ്ങൾ നൽകിയ പണം കൊണ്ടാണ് ഈ ഒരു സംരംഭം സർക്കാർ ചെയ്തത് എന്നുള്ളത് മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്ന് എടുത്തു പറയുകയുണ്ടായി. ഇതിന് ശേഷമാണ് ഇത്തരത്തില് ഈ ജില്ലാ സെക്രട്ടറിയോട് ഇദ്ദേഹം പ്രതികരിച്ചത്. എന്നാൽ ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് തന്നെയാണ് ഇട നൽകിയിരിക്കുന്നത്. കാരണം ഇതിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും മമ്മൂട്ടി പൊതുജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പ്രതികരിച്ചത് ശരിയായില്ല എന്നാണ് ഭൂരിപക്ഷം പേര് പറയുന്നത്. മമ്മൂട്ടി മാപ്പ് പറയണമെന്ന കമന്റ് പോലും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്.
എന്തായാലും ഈ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട ആദ്യം മുതലേ ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഇവിടെ നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് മമ്മൂട്ടിയെ പോലെയുള്ള അല്ലെങ്കിൽ CPM അനുഭാവിയായ ഒരാൾ വരുമ്പോൾ തീർച്ചയായും അദ്ദേഹം വന്നതിൽ തെറ്റുണ്ട് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ച് അദ്ദേഹം ശരിക്കും അതൊരു അപമാനിതനാകുന്ന രീതിയായി എന്നാണ് കാണുന്നവരും ഇതിൽ പറയുന്നത്. എന്തായാലും ഇതിന്റെ അല്ലെങ്കിൽ ഈ ഒരു ചർച്ച ഇപ്പോൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ദുരന്ത സമയത്ത് മറ്റുള്ളവർക്കൊപ്പം സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് K. റഫീഖ് എന്നുള്ളതാണ്. എന്തായാലും രഞ്ജിത്ത്, ഇതൊരു വലിയ ചർച്ച തന്നെയായി മുന്നോട്ട് പോകും. തീർച്ചയായും സോഷ്യൽ മീഡിയയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകളുണ്ട്. CPM ഹാൻഡിലുകളൊക്കെ മമ്മൂട്ടിക്കെതിരെ ഈ വിഷയത്തിൽ കമന്റ് ഇടുന്ന ദൃശ്യങ്ങളും അത്തരം കമന്റുകളും നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും നമുക്കറിയാം റഫീഖ് ആദ്യം മുതൽ തന്നെ മമ്മൂട്ടിക്കൊപ്പമുണ്ട്. ഇപ്പോൾ മമ്മൂട്ടിയുടെ സന്തോഷ സഹചാരി ആൻഡോ ജോസഫുമുണ്ട്. റഫീഖിനെ മമ്മൂട്ടിക്ക് അറിയാം, നന്നായിട്ട് അറിയാം. CPMന്റെ ജില്ലാ സെക്രട്ടറി ആണെന്നറിയാം. അദ്ദേഹം ഈ പരിപാടികൾ നിയന്ത്രിക്കാനും മമ്മൂട്ടിയെ ജനങ്ങൾക്കിടയിൽ കൊണ്ടു നടത്താനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് എന്തോ ഒരു അസ്വസ്ഥത മമ്മൂട്ടിക്ക്. ഒരു ഫോൺ വന്ന ശബ്ദമൊക്കെ കേൾക്കാം. മറ്റൊരു ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മമ്മൂട്ടിക്ക് വിവരിച്ചു കൊടുക്കുന്നതും നമുക്ക് കേൾക്കാം. അതിനിടയിലാണ് ഈ ഫോൺ കോൾ കൂടി വന്നപ്പോഴാണ് മമ്മൂട്ടി അസ്വസ്ഥനാവുകയും തുടർന്ന് അദ്ദേഹം ഇങ്ങനെ പറയുകയും ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ പുറകെ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ട് വന്നതാണല്ലേ എന്നുള്ള ബോധ്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും എന്നല്ലേ. അദ്ദേഹം അങ്ങനെ വന്നതല്ല, താൻ മറ്റൊരു പരിപാടിക്ക് വന്നപ്പോൾ ടൗൺഷിപ്പ് സന്ദർശിക്കാൻ വന്നതാണ്, അല്ലാതെ പാർട്ടി വിളിച്ചിട്ട് വന്നതല്ല എന്നുള്ള കാര്യം കൂടി ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു മമ്മൂട്ടിയുടെ ഭാഗത്ത് എന്ന് ഇവിടെ മനസ്സിലാക്കണം. എന്തായാലും ആ വാക്കുകളിലേക്ക്, ആ ശകാരത്തിലേക്ക് ഒന്നുകൂടി പോകാം. ബൈപ്പാസിൽ ഒരു കമ്മ്യൂണിറ്റി ഹാള് വരുന്നുണ്ട്, ഒരു ഡിസാസ്റ്റർ മെമ്മോറിയൽ. ഏതായാലും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് മമ്മൂട്ടിയുടെ CPM ജില്ലാ സെക്രട്ടറിയെ ശകാരിച്ച വാക്കുകൾ. അത് അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കമൻറ്റുകൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞിട്ടുമുണ്ട്. ജയരാജ് ബത്തേരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മതത്തിൻ്റെ മതിലുകൾക്കപ്പുറം മനുഷ്യത്വത്തിൻ്റെ വലിയൊരു ആകാശം ബാക്കിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് വയനാട് മേപ്പാടിൽ നിന്നുള്ള ഈ കാഴ്ച. പ്രാർത്ഥിക്കാനിടമില്ലാതെ വഴിമുട്ടി നിന്ന വിശ്വാസികൾക്ക് മുന്നിൽ ദൈവത്തിൻ്റെ മറ്റൊരു ആലയം വാതിൽ തുറന്നു കൊടുത്തപ്പോൾ അവിടെ വിരിഞ്ഞത് ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന സ്നേഹത്തിൻ്റെ പുതിയൊരധ്യായമാണ്. വിഭജനത്തിൻ്റെ രാഷ്ട്രീയമല്ല, മറിച്ച് ചേർത്തുപിടിക്കലിൻ്റെ കരുതലാണ് ഭാരതത്തിൻ്റെ ആത്മാവെന്ന് ഈ പ്രവൃത്തി തെളിയിക്കുന്നു. വയനാട്ടിലെ തൃക്കൈപ്പറ്റയിൽ മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളുടെ സമർപ്പണ ചടങ്ങിനെത്തിയതായിരുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ. ചടങ്ങുകൾ കഴിഞ്ഞ് നോമ്പ് തുറന്നതോടെ മഗ്രിബ് നമസ്കാരത്തിനുള്ള സമയമായി. എന്നാൽ പ്രാർത്ഥിക്കാൻ തൊട്ടടുത്ത് പള്ളികളോ മറ്റ് സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ദൂരെയുള്ള പള്ളിയിലെത്താൻ ട്രാഫിക് ബ്ലോക്കും സമയക്കുറവും തടസ്സമായി. ഇതോടെ പലരും അടുത്തുള്ള വയലിലും മറ്റു സ്ഥലങ്ങളിലും നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറെടുത്തു. ഈ പ്രതിസന്ധി നേരിട്ട് കണ്ട തൃക്കൈപ്പറ്റ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളി വികാരി തന്റെ പള്ളിയുടെ വാതിലുകൾ മുസ്ലിം സഹോദരങ്ങൾക്കായി മലർക്കെ തുറന്നിട്ടു. പ്രാർത്ഥിക്കാനുള്ള ഇടം നൽകുക മാത്രമല്ല, മുഖവും കൈകാലുകളും കഴുകി ശുദ്ധിയാകാനുള്ള സൗകര്യവും പള്ളിക്കുള്ളിൽ അദ്ദേഹം ഒരുക്കി നൽകി. ക്രൈസ്തവ ദേവാലയത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കാൻ വിശ്വാസികൾക്ക് സൗകര്യമൊരുക്കിയ ആ വലിയ മനസ്സ് മതസൗഹാർദ്ദത്തിന്റെ പുതിയൊരു മാനം തേടുകയായിരുന്നു. ജാതിയും മതവും മനുഷ്യരെ അകറ്റാനല്ല, മറിച്ച് പരസ്പരം താങ്ങാവാനാണെന്ന വലിയ പാഠമാണ് മേപ്പാടിയിലെ ഈ കാഴ്ച നമ്മെ പഠിപ്പിക്കുന്നത്. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാറിന്റെ JDU പ്രവേശനമെന്ന് പാർട്ടി അംഗത്വമെടുക്കുന്ന നിഷാന്ത് സംസ്ഥാന പര്യടനത്തിനൊരുങ്ങുകയാണ്. ഉപമുഖ്യമന്ത്രി പദത്തിനൊപ്പം നിയമസഭാ കക്ഷി നേതാവായും നിഷാന്തിനെ തെരഞ്ഞെടുക്കും. ER രാഗേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാഗേഷ്, നിഷാന്തിനെ സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയാണ് ബീഹാറിൽ. പുതുമുഖമാണ്, രാഷ്ട്രീയത്തിലെത്ത പരിചയമില്ലാത്ത ആളാണ്. ഉപമുഖ്യമന്ത്രി പദമൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം നിതീഷിന്റെ ബീഹാർ രാഷ്ട്രീയത്തിൽ നിന്നുള്ള തിരിച്ചുപോക്കമുണ്ട്. എന്തൊക്കെയാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്? JDU പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ ഇക്കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നിതീഷിനായോ? അതെ രഞ്ജിത്ത്, വലിയ മാറ്റത്തിന് വേദിയാവുകയാണ് JDU രാഷ്ട്രീയം. കാരണം സർക്കാർ ആവട്ടെ പാർട്ടിയാകട്ടെ നിതീഷ് കുമാർ ആയിരുന്നു ഇത്രയും നാൾ. എന്നാൽ അതിനൊരു മാറ്റം വരികയാണ്. മകൻ നിഷാന്ത് കുമാർ ഇപ്പോൾ ഇന്ന് JDU അംഗത്വം എടുക്കുകയാണ്. ഇത്രയും നാൾ മക്കൾ രാഷ്ട്രീയത്തോട് വിയോജിച്ചിരുന്ന നിതീഷ് കുമാർ, രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ താല്പര്യം ഇല്ലാതിരുന്ന നിഷാന്ത് കുമാർ, ഏതായാലും അതിനൊക്കെ മാറ്റം വരികയാണ്. ഇന്ന് 1 മണിക്ക് പാർട്ടി ആസ്ഥാനത്ത് അംഗത്വം എടുക്കും. ഏതായാലും മകന്റെ വരവ്, നിഷാന്ത് കുമാറിന്റെ വരവ് ആഘോഷമാക്കി മാറ്റുകയാണ്
നേതാക്കളും പ്രവർത്തകരും നിതീഷിൻ്റെ പിൻഗാമി വികസിത ബീഹാറിൻ്റെ അടുത്ത തേരാളി തുടങ്ങിയ പോസ്റ്ററുകളൊക്കെ തന്നെ ഇതിനോടകം ബീഹാറിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പട്നയിൽ അങ്ങനെ വിവിധ ബാനറുകളും പോസ്റ്ററുകളൊക്കെ തന്നെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ വരവ് വ്യക്തമാക്കിക്കൊണ്ട് പ്രമേയം JDU നേതാവ് സഞ്ജയ് ഝാ നിതീഷ് കുമാർ പങ്കെടുത്ത അദ്ദേഹത്തിൻ്റെ വസതിയിൽ വിളിച്ച യോഗത്തിൽ പാസാക്കിയത്. അതിന് പിന്നാലെ ഇന്നലെ 2 യോഗങ്ങളിൽ നിശാന്ത് കുമാർ പങ്കെടുത്തു. ഒന്ന് ജില്ലാ അധ്യക്ഷന്മാരും സംസ്ഥാന നേതാക്കളും ഒക്കെ തന്നെ പങ്കെടുത്ത യോഗമായിരുന്നു. അതിൽ കേന്ദ്രമന്ത്രി ലല്ലൻ സിംഗ് അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. രണ്ടാമത്തെ യോഗം MLA മാർ പങ്കെടുത്ത യോഗമാണ്. അങ്ങനെ പാർട്ടി കാര്യങ്ങളിൽ കൂടി ഇതിനോടകം തന്നെ ഇടപെട്ട് വരികയാണ് ഇപ്പോൾ നിശാന്ത് കുമാർ. ഏതായാലും 1 മണിക്കാണ് ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല JDU നേതാക്കൾ പറയുന്നത് ഉപമുഖ്യമന്ത്രിയായി ഉള്ള പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും. BJP-യിൽ നിന്നാകും സ്വാഭാവികമായും മുഖ്യമന്ത്രി. മാത്രവുമല്ല അദ്ദേഹത്തെ നിയമസഭാ കക്ഷി നേതാവായും തെരഞ്ഞെടുക്കും. MLC ആയിട്ടായിരിക്കും അദ്ദേഹം സഭയിലെത്തുക എന്നുകൂടി ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നിതീഷ് സർക്കാരിൽ 2 ഉപമുഖ്യമന്ത്രിമാരുണ്ട്. 2ഉം BJP നേതാക്കളാണ്. പക്ഷേ നിശാന്ത് കുമാർ ഉപമുഖ്യമന്ത്രിയാകുമ്പോൾ JDU-ൽ നിന്ന് ഒരു ഉപമുഖ്യമന്ത്രിയായി ഉണ്ടാകൂ എന്നുകൂടി നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. കാരണം 2 അധികാര കേന്ദ്രങ്ങൾ അത് ഒഴിവാക്കുകയാണ് ഇതിലൂടെ പാർട്ടി ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഏതായാലും നിശാന്ത് കുമാറിലേക്ക് JDU നീങ്ങുകയാണ്. അദ്ദേഹമാകട്ടെ നിലവിൽ രാഷ്ട്രീയത്തിൽ പരിചിതമില്ലാത്ത നേതാവാണ്. അതുകൊണ്ട് ഒരു സംസ്ഥാന പര്യടനത്തിലാണ് ഇപ്പോൾ ഏതായാലും അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. ശരി, ഇന്ന് വനിതാ ദിനമാണ്. ഈ വനിതാ ദിനത്തിൽ ഒരു സ്പെഷ്യൽ സ്ഥലം പരിചയപ്പെടുത്തുകയാണ്. 90% സാധാരണക്കാരായ വീട്ടമ്മമാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഫുഡ് സ്പോട്ടുണ്ട്. മലപ്പുറം കുറ്റിപ്പുറത്തെ ചോറും മീനുമാണ് മേൽപ്പറഞ്ഞ പെണ്ണൊരുമയുടെ കേന്ദ്രം. ഇവിടെ വന്നാൽ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മുടെ അമ്മമാരുടെ കൈകൊണ്ട് വിളമ്പിത്തന്ന് കഴിച്ചിറങ്ങുന്ന ഒരു ഫീൽ കിട്ടും. വയറു നിറയും, ഒപ്പം മനസ്സും. ചോറും മീനും എന്ന പേരിൽ കുറ്റിപ്പുറത്തെ സ്പെഷ്യൽ ഊണ് കേന്ദ്രം ആരംഭിച്ചിട്ട് വർഷം 1 ആവാറായി. ഒറ്റമുറിക്കടയിൽ ആരംഭിച്ച കച്ചവടം വികസിക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ഇന്ന് ചോറിന്റെയും മീനിന്റെയും രുചി തേടി കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പറഞ്ഞു വന്നത് ചോറിന്റെയും മീനിന്റെയും മഹിമയല്ല, അത് പറയാൻ ഒരുപാടുണ്ട്. ഇന്നത്തെ നമ്മുടെ ശ്രദ്ധാകേന്ദ്രം അവിടുത്തെ ജോലിക്കാരാണ്. ഏതൊരു സ്ഥാപനത്തിന്റെയും വിജയം അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരാണ്. ചോറും മീനിന്റെയും പ്രത്യേകത അവിടെ ജോലി ചെയ്യുന്ന 90%-ലധികം ജീവനക്കാരും സാധാരണക്കാരായ വീട്ടമ്മമാരാണ് എന്നതാണ്. അതും സ്ഥാപനം സ്ഥിതി ചെയ്യുന്നതിന്റെ 20 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന സ്ത്രീകൾ. പലരും സ്ഥാപനം ആരംഭിച്ച് അധികം വൈകാതെ തന്നെ ജോലിക്കായി എത്തിയവരാണ്. തങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെയാണെന്ന് ജീവനക്കാരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. സുഖാണ്, ജോലി സുഖാണ്. പിന്നെ സ്റ്റാഫുകളൊക്കെ നമുക്ക് നല്ല അനുകൂലമുള്ളതാണ്. എല്ലാവരും ഒരുപോലെ വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ കുറേ സ്റ്റാഫുകളുണ്ട്, 100 സ്റ്റാഫുകളുണ്ട്. ഒരു ഫാമിലിയുമായിട്ട് ഇങ്ങനെ പോകുന്നു. കുഴപ്പങ്ങളൊന്നുമില്ല. ചെറിയതായ സാലറി ഉള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല സാലറി ഒക്കെ ഉണ്ട്. അത്യാവശ്യം സാലറി സ്റ്റാർട്ടിങ് പോലെ നമ്മളുണ്ട്. നല്ലൊരു കൂട്ടായ്മയായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഒന്നും തോന്നുന്നു. നമ്മളെല്ലാവരും ഒരു വീട് എന്നൊരു കുടുംബം പോലെയാണ്. കഴിക്കാനെത്തുന്നവരും നമ്മുടെ വനിതാ ജീവനക്കാരുടെ സേവനത്തിൽ സന്തുഷ്ടരാണ്. വയറും മനസ്സും നിറഞ്ഞാണ് ഉപഭോക്താക്കൾ ഇവിടം വിടുന്നത്. സ്ത്രീകളുടെ ഭക്ഷണമാണല്ലോ ഇത് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. സ്ത്രീകളുടെ എല്ലാ മേഖലകളും വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഓരോ പ്രദേശം മാത്രം എല്ലാ ഭാഗങ്ങളിലും സ്ത്രീകളുടെ കടന്നുകയറ്റുണ്ട്. ഇപ്പോൾ അടുത്ത കാര്യങ്ങളായിട്ടാണ് കുറച്ച് കൂടുതലായി കാണുന്നത്. അത് വിജയിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് നല്ലൊരു പെർഫോമൻസാണ് ഈ ഹോട്ടലുകളിൽ. ഹോട്ടലുകൾ മുഴുവൻ കാണുന്നത് വനിതാ ഹോട്ടലിലാണ്. ആളുകൾ അന്വേഷിച്ച് നടത്തുന്നത് വനിതാ ഹോട്ടലിലാണ്. അതുകൊണ്ടാണ് കയറിയത്. കടയുടമ രാജീവിന്റെ സ്വപ്നമായിരുന്നു ഈ സംരംഭം. ജീവനക്കാരായി സാധാരണക്കാരായ വീട്ടമ്മമാർ മതിയെന്നത് രാജീവിന്റെ തീരുമാനമായിരുന്നു. ജോലി അന്വേഷിച്ചെത്തുന്ന ഒരു വീട്ടമ്മ പോലും ഇവിടെ നിന്ന് നിരാശരായി മടങ്ങേണ്ടി വരില്ലെന്ന് മാനേജർ വിഷ്ണു പറയുന്നു. നമ്മൾ തുടക്കത്തിൽ ഒരു 3-4 സ്ത്രീകളാണ്. ഈ ചെറിയ ഷോപ്പായിരുന്ന സമയത്ത് 4 സ്ത്രീകളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരുടെ ഒരു കൈപ്പുണ്യം കൊണ്ടും സർവീസ് ക്വാളിറ്റി കൊണ്ടും തന്നെയാണ് നമ്മൾ ഈ സ്ഥാപനം വളർന്നത്. ഇത്രയും വളരാൻ കാരണം അവരുടെ കൈപ്പുണ്യം കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ അത് കണ്ടറിഞ്ഞിട്ട് കൂടുതൽ സ്ത്രീകൾക്ക് അവസരം കൊടുക്കുക എന്നുള്ളത് നമുക്ക് തോന്നി. അങ്ങനെ കൂടുതൽ പേരെ ഇൻ്റർവ്യൂ ചെയ്തെടുത്തു. പിന്നെ നമ്മൾ സ്ഥാപനത്തിൻ്റെ വളർച്ചയോടൊപ്പം അവരുടെ ഹാപ്പിനെസ്സും എല്ലാം. അപ്പോൾ അവരും ഹാപ്പിയാണ്. അവർക്ക് കൂടുതലായിട്ട് നന്നായിട്ട് ഇപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ കൂടി അവരെയൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ച് വരാൻ പറ്റുന്ന ഒരു ടൈമിന് ഒരു 10:30 ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരം 3:30 ആകുമ്പോഴേക്കും അവർ ഫ്രീ ആയി.
പിന്നെ അവരുടെ വീട്ടിലെ കാര്യങ്ങളും നടക്കും, അവരുടെ ജോബും നടക്കും, എല്ലാം നടക്കും. അപ്പോൾ നമുക്കത് കൂടുതൽ ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ നമ്മൾ കസ്റ്റമേഴ്സ് ഈ സ്ത്രീകളുടെ സർവീസ് ക്വാളിറ്റി പറയുന്നത് കേൾക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് പുതിയ ആളുകളെ എടുക്കാൻ തന്നെയാണ് താല്പര്യം. ഭക്ഷണം പാചകം ചെയ്യുന്നത് മുതൽ വിളമ്പുന്നതും ശുചീകരണവും അടക്കം വനിതകളാണിവിടെ. ചോറും മീനും വിളമ്പി മനുഷ്യന്റെ മനസ്സും വയറും നിറയ്ക്കുന്ന ഈ പെണ്ണുങ്ങൾക്കെല്ലാവർക്കും വനിതാ ദിനാശംസകൾ. ന്യൂസ് 18 തിരൂർ. രാവിലെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.